അതായത് 1000 മുട്ടക്കോഴി വളർത്തുന്ന ഒരു കർഷകന് 10 ലക്ഷം രൂപയാണ് സബ്സിഡി ആയിട്ട് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്. ഈ മേൽചുണ്ട് മാത്രം ചെറുതായിട്ടൊന്ന് ഇത്രയേ ഉള്ളൂ. ഇതിന് വാല് മുളച്ചിട്ടില്ല, ഇതിന് വാല് മുളച്ച് വാല് മുളച്ച് വരുന്നുണ്ട്. എന്നെ തള്ളിയെടുത്ത് കളയും. വളരുന്ന ടൈപ്പല്ല, ചെറിയ ടൈപ്പാണ്. ഒറ്റ കുട്ടികളെ കൂടെ കയറിയിരിക്കും. വന്ന ഉടനെ പിള്ളേരൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ കയറിയിരിക്കും. ഞാനൊരു ഗവൺമെൻറ് എംപ്ലോയി ഒന്നും അല്ലായിരുന്നു. ഞാൻ കൃഷിയിൽ കൂടെ തന്നെയാണ് ഈ കാണുന്ന കാര്യങ്ങളൊക്കെ കാണുന്നത്. കൃഷിയിലോട്ട് പറഞ്ഞു ചെറുപ്പക്കാരെന്നല്ല എല്ലാ പ്രായക്കാരും ചെയ്യാതെ മടിച്ചിരിക്കുന്നവരെല്ലാം. ചേട്ടാ പേര്? സ്റ്റാലിൻ എന്നാണ്. ചേട്ടൻ അരുവിക്കരയാണ്, തിരുവനന്തപുരം ജില്ലയിലെ അരുവിക്കര എന്ന സ്ഥലത്താണ്. ചേട്ടാ ബാക്കി ഡീറ്റെയിൽസ് ലൊക്കേഷൻ ഒന്ന് പറയാമോ? ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ അരുവിക്കര ഗ്രാമപഞ്ചായത്തിൽ കരമരക്കോട് എന്ന സ്ഥലത്ത് ആണ് താമസിക്കുന്നത്. കൃഷിയുണ്ട്, അതായത് കോഴി ഫാം, ആട് ഫാം, പിന്നെ എന്തൊക്കെയുണ്ട് ചേട്ടാ ഫാമുകൾ? പശു, ആട്, കോഴി, പച്ചക്കറി കൃഷി, വാത്ത എല്ലാം കാണാം. സമ്മിശ്ര കൃഷിയാണ് ചേട്ടാ ഇവിടെ നടത്തി വരുന്നത്. പഞ്ചായത്തിൽ നിന്ന് ഇതിനുള്ള സമ്മിശ്ര കർഷകന്റെ അവാർഡും കിട്ടിയിട്ടുണ്ട്. അത് എത്ര വർഷമായി കിട്ടിയിട്ട്? അത് 3 വർഷമായി. ഓക്കെ. പിന്നെ ചേട്ടൻ കൂടാതെ ഇതിൽ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? എൻ്റെ വൈഫ്, എൻ്റെ മകൻ കൂടെ ഉണ്ട്. അവർക്കും എന്തെങ്കിലും വൈഫിന് കാർഷിക തലത്തിൽ പച്ചക്കറി കൃഷിയുടെ അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഓ അത് ശരി. മകൻ വന്നിട്ട് ഇതുപോലെ യുവ കർഷകൻ എന്നുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഫാമിലി ഫുള്ളും അവാർഡ് ജേതാക്കളാണ്. ഈ കൃഷിയിലോട്ടും ഈ കോഴി ഫാം ഇങ്ങനെയുള്ള ഫാമിലോട്ട് ഇറങ്ങാനുള്ള കാരണം എന്താ? എൻ്റെ കുടുംബപരമായിട്ട് ഞങ്ങൾ കർഷക കുടുംബത്തിൽ നിന്നാണ് ഞാൻ വേർതിരിഞ്ഞ് വന്നത്. അപ്പോൾ എൻ്റെ അച്ഛൻ, അമ്മ അവരെല്ലാം കാർഷിക കുടുംബത്തിലുള്ളവരാണ്. പച്ചക്കറി കൃഷികളൊക്കെ ഓണക്കാലത്തും അങ്ങനെയൊക്കെയുള്ള കൃഷികളുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടുപിടിച്ചാണ് ഞാനും കൃഷി രംഗത്തോട്ട് വന്നത്. അങ്ങനെ എനിക്ക് എപ്പോഴും ഇല്ലാത്തൊരു ബിസിനസ് ചെയ്യണമെന്നായിരുന്നു താല്പര്യം. അങ്ങനെ ഇറച്ചിക്കോഴി 35 വർഷം മുമ്പ് ഇറച്ചിക്കോഴി വളർത്തുന്ന വളരെ നാമമാത്രമായ ഉണ്ടായിരുന്നുള്ളൂ. നെടുമങ്ങാട് പ്രദേശത്ത് എനിക്ക് തോന്നുന്നു ഞാനാണ് ആദ്യമായിട്ട് വളർത്താൻ തുടങ്ങിയതെന്ന് എനിക്ക് തോന്നുന്നു. ഇറച്ചിക്കോഴി വളർത്തുന്നത്. അതിനോടൊപ്പം തന്നെ പിന്നെ കോഴിത്തീറ്റ കച്ചവടം, അങ്ങനെ അതെല്ലാം വെള്ളത്ത് വന്നപ്പോഴത്തേക്കും ഇറച്ചിക്കോഴി വളർത്തുന്ന അതിന് ശേഷം കോഴിത്തീറ്റ കച്ചവടം ഉണ്ടായി. അതിനുശേഷം ഈ പക്ഷിപ്പനിയൊക്കെ വരുമ്പോഴത്തേക്കും കോഴി പെട്ടെന്ന് അന്ന് വളരെ ഇറച്ചിക്കോഴിയൊക്കെ വളരെ കുറവായിരുന്നു. പക്ഷിപ്പനി വരുമ്പോൾ ഒറ്റയടി മാർക്കറ്റ് ഡിമ്മാവുകയും നമുക്ക് സാമ്പത്തിക നഷ്ടം ഉണ്ടാവുകയും ചെയ്യും. പിന്നെ ആ ഇറച്ചിക്കോഴി ആ ഫീൽഡിൽ അങ്ങ് മാറിയിട്ടാണ് പിന്നെ ആലോചിച്ചപ്പോഴാണ് ഗവൺമെൻറ് തലത്തിൽ എനിക്ക് ഈ എഗർ നേഴ്സറി തുടങ്ങുന്നതിനുള്ള ഒരു സംരംഭം ഒരുക്കി തന്നത്. അത് ഗവൺമെൻറ്റിൽ നിന്നാണ്. അതായത് അടുത്തുള്ള മൃഗാശുപത്രിയിൽ നിന്ന് അപ്പോഴത്തെ വെറ്ററിനറി ഡോക്ടർ പറഞ്ഞ് ഇതുപോലെ ഇങ്ങനെ മുട്ടക്കോഴിയെ വളർത്തി കൊടുക്കുന്ന ഗവൺമെൻറ്റിന് വളർത്തി കൊടുക്കുന്ന ഒരു പദ്ധതിയുണ്ട്, അതിന് നിങ്ങൾ അവിടെ പോയി അപേക്ഷ കൊടുക്കണം എന്ന് പറഞ്ഞു. പദ്ധതി ഒന്ന് മെൻഷൻ ചെയ്യാൻ പറ്റും? ഇപ്പോഴും ഉണ്ടോ പദ്ധതി? ഉണ്ട്. അത് ഇപ്പോഴും നടത്തിക്കൊണ്ടുപോയത്. അതായത് ഗവൺമെൻറ് തലത്തിൽ പഞ്ചായത്ത് വഴി ആൾക്കാർക്ക് 5 കോഴി 10 കോഴി ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഒരു സംരംഭമുണ്ട്. കുടുംബശ്രീകൾക്കെല്ലാം കൊടുക്കുന്ന, വ്യക്തികൾക്കെല്ലാം കൊടുക്കുന്ന ഇതുണ്ട്. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ദിവസം പ്രായമുള്ള കോഴിക്കുഞ്ഞുങ്ങൾ നമുക്ക് സർക്കാരിൽ നിന്ന് തരും. നമ്മൾ വില കൊടുക്കണം. അത് റീജിയണൽ പോൾട്രി ഫാം കൊടപ്പനക്കുന്ന്, അതുപോലെ പേട്ട കെപ്കോടെ പേട്ട അതുപോലുള്ള സ്ഥലങ്ങളിൽ നിന്ന് കോഴിക്കുഞ്ഞുങ്ങൾ ഒരു ദിവസമുള്ള പ്രായമുള്ള കോഴി, ഇപ്പോഴത്തെ വില 30 രൂപയാണ് ഒരു കുഞ്ഞിൻ്റെ വില, ഒരു ഡേ ഓൾഡ്, ഒരു ദിവസം പ്രായമുള്ളത്. അത് നമ്മൾ വാങ്ങിയിട്ട് ഇവിടെ കൊണ്ട് വളർത്തണം, ഷെഡിൽ കൊണ്ട് വളർത്തി ഗവൺമെൻറ് നമ്മുടെ സ്ഥലത്തുള്ള ഗവൺമെൻറ് മൃഗാശുപത്രി ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ച് 3 വാക്സിനും കഴിഞ്ഞ് വിരയിളക്കം കഴിഞ്ഞ് അവർ പറയുന്ന സ്ഥലത്ത് നമ്മൾ കൊടുക്കണം. അതാണ് നമ്മളെ പദ്ധതി. ഇതിനൊക്കെ വരുന്ന ചാർജ് എങ്ങനെയാണ്? ഈ ഡോക്ടറുടെ ഇവിടെ കൊണ്ടുവരണം? ഇതിലൊന്നും വേറെ ചാർജ് ഒന്നുമില്ല. ഡോക്ടർക്ക് അഡീഷണൽ ചാർജ് ഇല്ല. അത് ഈടാക്കുന്നില്ല. ഒന്നും ഈടാക്കുന്നില്ല. അതൊന്നും ഈടാക്കുന്നില്ല. അത് നമുക്കിപ്പോൾ 10-25 വർഷം കൊണ്ട് വളർത്തുകൊണ്ട് നമുക്ക് നല്ല എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് നമുക്ക് പിന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. നമുക്ക് എന്തെങ്കിലും ഇതിന് വരുന്ന എന്തെങ്കിലും അസുഖം വന്നാലോ അതുപോലെ അതിന് നമ്മൾ എല്ലാ ആഴ്ചയും കൊടുക്കാനുള്ള വാക്സിൻ, അതായത്
കോഴിക്കുഞ്ഞ് വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ ആഴ്ച ഒരു RDF എന്ന് പറഞ്ഞൊരു വാക്സിനുണ്ട്. രണ്ടാമത്തെ ആഴ്ച 14 ദിവസം ആകുമ്പോഴത്തെ IBD എന്ന് പറഞ്ഞൊരു വാക്സിനുണ്ട്. അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ആഴ്ച വന്നിട്ട് ഒരു വാക്സിനുണ്ട്, ഇതിൻ്റെ ബൂസ്റ്റർ വാക്സിൻ, ഫസ്റ്റ് വാക്സിൻ്റെ ബൂസ്റ്റർ വാക്സിൻ. ഇതെല്ലാം കൃത്യമായിട്ട് ചെയ്യണമെന്ന് നിർബന്ധമാണോ അല്ലേ? വാക്സിൻ നമുക്ക് കോഴിയെ ആൾക്കാരത് പറഞ്ഞ് പറ്റിക്കാം. നമുക്ക് ഞാൻ ഇത് വാക്സിൻ കൊടുത്താണ് നിങ്ങൾ വളർത്തിയെന്ന് പറയാം. കോഴിക്ക് നമുക്ക് കൊടുത്തോ ഇല്ലയോ എന്നുള്ളതല്ല. പക്ഷേ നമുക്ക് കോഴിക്ക് വാക്സിൻ കൊടുത്തില്ല എങ്കിൽ നമുക്ക് അടുത്ത് കിടക്കുന്ന ജൂനിയർ ബാച്ചിനെല്ലാം ഇതിനെന്തെങ്കിലും അസുഖം പറ്റിയാൽ ആ ബാച്ചുകൾക്കെല്ലാം അസുഖം വരും. മൊത്തത്തിൽ കോഴി ചത്തുപോകും. അപ്പോൾ വാക്സിൻ നമുക്ക് കൊടുക്കാതെ കിടന്ന് ഉറങ്ങാനേ പറ്റൂല, വാക്സിൻ കൊടുത്തേ പറ്റൂ. ഓക്കെ ഓക്കെ. പിന്നെ ഈ ലോസസ് വരുമ്പോൾ ഇപ്പോൾ നമ്മളിപ്പോൾ സർക്കാർ തലത്തിൽ ഇത്രയും കോഴി എടുക്കുന്നു, ഇപ്പോൾ 100 കുട്ടികൾ എടുക്കുകയാണ്, കുഞ്ഞുങ്ങൾ എടുക്കുകയാണ്, 30 രൂപ വെച്ചൊരു കോഴി. അതെ. അപ്പോൾ 100 കുഞ്ഞുങ്ങൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് എത്രത്തോളം ലോസ് വരാൻ ചാൻസ് ഉണ്ട്? അതായത് നമ്മൾ കയ്യിൽ നിന്ന് വളരെ ശ്രദ്ധിച്ച് നമ്മൾ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ നമുക്ക് മോർട്ടാലിറ്റി ഒന്നും വരില്ല, ചത്തൊന്നും പോകാൻ വഴിയില്ല. അതായത് അതായത് അടിക്കടിയുള്ള വാക്സിനും അതിന് കൊടുക്കുന്ന അത്യാവശ്യം വൈറ്റമിനും ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കോഴിയെ നമുക്ക് കാണുമ്പോൾ അറിയാം, അതിൻ്റെ ഇമ്മ്യൂണിറ്റി പവർ കാണുമ്പോൾ തന്നെ അറിയാം കോഴിക്ക് കുഴപ്പമൊന്നുമില്ല. അഥവാ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ അത് നമുക്ക് നഷ്ടം തന്നെയാണ് വരുന്നത്. അതല്ല അവര് സർക്കാർ തലത്തിൽ എന്തെങ്കിലും അതിനും അഡീഷണൽ ഒന്നും ഇല്ല. നമുക്ക് കറക്റ്റായിട്ട് അവിടെ നിന്ന് തന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഉത്തരവാദിത്വം ഒരു ഉത്തരവാദിത്വം ഇല്ല. 25 വർഷം കൊണ്ട് ഈ ഫീൽഡ് നിൽക്കുകയല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ പുറത്തുനിന്ന് ഒരാൾ വന്ന് നമുക്ക് കുറച്ച് കുഞ്ഞുങ്ങളെ എടുത്ത് വളർത്താൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഉപദേശങ്ങൾ എന്താണ്? ധാരാളം പേര് ഇവിടെ നിന്ന് അങ്ങനെ വാങ്ങുന്നുണ്ട്. 5 കോഴി, 10 കോഴി, 25, 50, 100 കോഴി ഇങ്ങനെ വാങ്ങുന്നുണ്ട്. അപ്പോൾ അവർ ഇപ്പോൾ കുറേ ദിവസം സ്ഥിരം വാങ്ങുന്നവർക്ക് അറിയാം. അല്ലാത്തവർ നമ്മളോട് ചോദിച്ചു മനസ്സിലാക്കി ഇനി എന്ത് മരുന്ന് കൊടുക്കണം. അപ്പോൾ ഇതിന് ശരിക്കും പറഞ്ഞാൽ വാക്സിനേഷൻ കൊടുത്തുകൊണ്ട് വാക്സിനേഷൻ ഒരു 6 മാസത്തേക്കാണ് ഈ വാക്സിൻ്റെ പവറുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ റിപ്പീറ്റ് കൊടുക്കണം. അപ്പം കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഞാൻ അവരോട് പറയുന്നത് വാക്സിൻ കൊടുത്തില്ലെങ്കിലും നിങ്ങൾ മരുന്ന് മാസത്തിൽ ഒരു പ്രാവശ്യം കൊടുക്കണം. മരുന്ന് മാസത്തിൽ ഒരു പ്രാവശ്യം. അതിന്റെ ക്വാണ്ടിറ്റി എങ്ങനെയാണ്? അതായത് ഒരു ആൽബമാർ എന്ന് പറയാം എൻ്റെ മരുന്നിൻ്റെ പേര്, ആൽബമാർ. അത് ഒരു 4 തുള്ളി നല്ലപോലെ ഒന്ന് കുലിക്കിയതിന് ശേഷം. എത്ര വയസ്സ് പ്രായം? അതൊരു നമുക്ക് 38 ദിവസമാണ് കൊടുത്തു തുടങ്ങുന്നത്. ഫസ്റ്റ് വാക്സിൻ 38. അത് കഴിഞ്ഞ് അടുത്ത മാസം ഇതുപോലെ ഒരു 4 തുള്ളി നമ്മൾ വെള്ളത്തിലാണ് കൊടുക്കുന്നത്. അപ്പോൾ അത് അവരടുത്ത് പറയും ഞങ്ങൾ വെള്ളത്തിലാണ് കൊടുത്തത്, 1000-2000 കോഴിക്ക് ഓരോ കോഴിക്ക് ഇങ്ങനെ 4 തുള്ളി വെച്ച് കൊടുക്കാൻ പറ്റില്ല, ഞങ്ങൾ വെള്ളത്തിൽ കൊടുത്തിട്ടുണ്ട്, അത് ഇപ്പോഴത് മതി. അതായത് നമ്മൾ തീറ്റയെല്ലാം ഇട്ട് കുറേ കഴിയുമ്പോഴത്തേക്കും അതിന് വെള്ളം ദാഹിച്ചിരിക്കും. ആ സമയത്ത് നമ്മൾ കുറച്ച് വെള്ളത്തിൽ പെട്ടെന്ന് ഇത് കലക്കി വെച്ച് കൊടുക്കുമ്പോൾ എല്ലാം 5 മിനിറ്റ് കൊണ്ട് കുടിച്ചങ്ങ് തീരും. അങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അവർക്ക് അങ്ങനെയല്ല, 5-10 കോഴിയിൽ നിന്ന് കയ്യിൽ എടുത്തിട്ട് 4 തുള്ളി കലക്കി എൻ്റെ വയലോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. അങ്ങനെ ഓരോ പ്രാവശ്യവും ഒരു മാസത്തിൽ ഒരു പ്രാവശ്യം വെച്ച് 2 പ്രാവശ്യമെങ്കിലും കൊടുക്കണം. അത് കൊടുക്കേണ്ട കാര്യം നമ്മളെ നിന്ന് വാങ്ങിക്കൊണ്ട് പോയി കൊത്തിപ്പറക്കി തിന്നാൻ തുടങ്ങുമ്പോൾ അണുക്കൾ ഇഷ്ടം പോലെ ഉണ്ടാവും. അത് വരണത് അത് വിര എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള അതിന് നീളത്തിലുള്ളതും വൃത്തത്തിലുള്ളതും അങ്ങനെയൊക്കെയുള്ള പല ടൈപ്പിലുണ്ട്. അപ്പോൾ അതെന്ന് പറയുമ്പോൾ ഇതിൻ്റെ കുടൽ നിറഞ്ഞു കിടക്കും. ഈ ആഹാരം കഴിക്കുന്നത് നേരെ ഇതാണ് ആദ്യം വലിച്ചെടുക്കുന്നത്, കോഴിക്ക് കിട്ടാതെ വരും. അപ്പോൾ അത് ക്യാൻസൽ ചെയ്യാനാണ് നമ്മൾ ഈ മരുന്ന് കൊടുക്കുന്നത് കാര്യം. ഒരു കാര്യം ചോദിച്ചു, 4 തുള്ളി എന്ന് പറഞ്ഞില്ലേ, ഇതിപ്പോൾ 1 മാസം പ്രായമായ കോഴിക്കും അല്ലാതെ പിന്നെ ഒരു 3 മാസം ഒരു 4 മാസം പ്രായമാകുമ്പോഴത്തേക്ക് ഇതേ ക്വാണ്ടിറ്റി മതിയാവും. 4 തുള്ളി മതിയാവും. കുഞ്ഞായിരിക്കും വളരെ കുറച്ചേ കിട്ടുള്ളൂ, വെള്ളത്തിൽ ഒഴിച്ച് കൊടുക്കൊണ്ട് വളരെ ചെറിയ രീതിയിലേ കിട്ടുള്ളൂ. അവർ കൊത്തി എടുക്കാനുള്ള നമ്മൾ 45 ദിവസം കഴിഞ്ഞ് കൊടുക്കുമ്പോൾ കോഴിക്ക് വേണ്ടുന്ന ട്രീറ്റ്മെൻ്റ് എല്ലാം കഴിഞ്ഞാണ് നമ്മൾ അവർക്ക് കൊടുക്കുന്നത്. 4 വാക്സിനും ഈ വിര ഇളക്കം കഴിഞ്ഞ് കൊടുത്താലേ അത്രയും മതിയാവും. പിന്നെ ആൾക്കാർ പിന്നെ ചെയ്യേണ്ടത് വെച്ചാൽ ഇത് ശരിക്കും പറഞ്ഞാൽ തനി നാടൻ കോഴിയല്ലല്ലോ, നമ്മളെ നാടൻ ക്രോസ് ആണല്ലോ. ഗ്രാമശ്രീ എന്ന് പറയണതും റെയിൻബോ എന്നൊക്കെ പറയണത് ഹൈബ്രിഡൊക്കെ എന്ന് വെച്ചാൽ അതിന് പെട്ടെന്ന് അസുഖങ്ങൾ വരും. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിന് അഡീഷണൽ വൈറ്റമിൻസൊക്കെ നമ്മൾ അതിന് കൊടുക്കണം, വൈറ്റമിൻ കൊടുക്കണം. പിന്നെ അതുപോലെ മരുന്ന്, പിന്നെ അതിന് കാൽസ്യം, മുട്ടയിടുന്നതിന് ഈ കാൽസ്യം കോഴി കൊത്തിപ്പറക്കി തിന്നുകയാണെങ്കിൽ അതിന് പച്ചിലകളും അതിൽ കൂടെയുള്ള കാൽസ്യം എല്ലാം കിട്ടും. നമ്മൾ അടച്ചിട്ടിരിക്കുമ്പോഴത്തേക്കും പറ്റുന്നതെന്ന് വെച്ചാൽ ഒന്നും ഇലകളൊന്നും കിട്ടില്ല, നമ്മളൊന്ന് ഇലകളെ കൊണ്ട് കൊടുക്കണം. പിന്നെ നമ്മൾ അതിനാവശ്യമായ കാൽസ്യം ഇതൊക്കെ കൊടുക്കുകയാണെങ്കിൽ പൂർണ്ണമായിട്ടും ഒരു കുഴപ്പമില്ലാതെ വളർത്തിയെടുക്കാൻ പറ്റും. അടച്ചിട്ട് വളർത്തുമ്പോൾ നമ്മൾ ഒന്നേ പച്ചിലകൾ കൊണ്ട് മരിച്ചിനി ഇല, കപ്പ ഇല എന്തെങ്കിലും കൊണ്ട് കൊടുക്കണം. അതുപോലെ തന്നെ കാൽസ്യത്തിൻ്റെ മരുന്ന് എക്സ്ട്രാ നമ്മളതിന് കൊടുക്കണം. അപ്പോൾ ഒരു വീട്ടമ്മ ഒരു 10 കോഴിയെ മേടിച്ച് വളർത്താൻ തീരുമാനിക്കുകയാണ്. അപ്പോൾ അവർ തുറന്നിട്ട്, കാരണം അവർ സ്പേസിൽ തുറന്നിട്ട് വളർത്താനുള്ള സൗകര്യമുണ്ട്, അങ്ങനെയാണെങ്കിൽ ഈ മരുന്നുകൾ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ആ മരുന്നുകളെങ്കിലും വിരയ്ക്കുള്ള മരുന്ന് കൊടുക്കണം, അത് നിർബന്ധമാണ്. കാരണം ഇത് കൊത്തിപ്പറക്കി തിന്നുമ്പോൾ അണുക്കൾ ഇഷ്ടം പോലെ അതിൻ്റെ വയറ്റിൽ ശരീരത്തിലുണ്ടാകും. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു 2-3 പ്രാവശ്യം ഓരോ മാസവും
കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഒരു മാസത്തിൽ ഒരു പ്രാവശ്യം വെച്ച് 3 പ്രാവശ്യമെങ്കിലും കൊടുക്കണം. അപ്പോൾ എൻ്റെ 45 അടുത്തും 3 പ്രാവശ്യം പിന്നെ മുട്ടയിടേണ്ട സമയമായി. എത്ര തവണ മുട്ടയിട്ട് ഇത് കിട്ടും? കോഴി മുട്ടയിടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ 1 വർഷമാണ് ഇതിൻ്റെ കാലാവധി. മുട്ട ഇടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ 1 വർഷം മുട്ട ഇടും. പിന്നെ മുട്ട ഇടും, നല്ല മുട്ട ഇടും, മുട്ട എണ്ണം കുറയും. എണ്ണം കുറയും. അപ്പോൾ ഒരു മാസം മാക്സിമം എത്ര മുട്ട വരെ കിട്ടാൻ ചാൻസ്? ഒരു മാസമല്ല, ഒരു വർഷത്തിലെ കണക്കാണ് നമുക്ക് ശരിക്കും അറിയാം. ഒരു 250 മുട്ട പ്രതീക്ഷിക്കാം. ഒരു വർഷം? ഒരു വർഷം. ഓക്കെ. അപ്പോൾ ഒരു 45 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇവിടുന്ന് കോഴിയെ മേടിച്ചിട്ട് പോകുന്ന ആൾക്കാർക്ക് എത്ര ദിവസം കഴിയുമ്പോഴത്തേക്ക് മുട്ട കിട്ടാൻ ചാൻസ് ഉണ്ട്? ഒരു 5, 10, 25 കോഴിയൊക്കെ വാങ്ങുന്നവരൊക്കെ ആണെങ്കിൽ അവർ വളർത്തുന്ന രീതി അനുസരിച്ചാണ് ഈ കോഴിയുടെ മുട്ട ഇടുന്നത്. അതായത് ഒരു 5 മാസം ആകുമ്പോഴത്തേക്കും കോഴികളെല്ലാം മുട്ടയിട്ട് തുടങ്ങും. എൻ്റേത് 45 ദിവസവും പിന്നെ അവർ വാങ്ങുന്ന 3.5 മാസവും ആകുമ്പോൾ കോഴികളെല്ലാം മുട്ടയിട്ട് തുടങ്ങും. അപ്പോൾ ഇത് കാലതാമസം വരുന്നതുകൊണ്ട്, കാരണം അവരുടെ കൊടുക്കുന്ന ഫീഡിനനുസരിച്ചിരിക്കും. അവർ ചിലപ്പോൾ കോഴിത്തീറ്റ കുറച്ചും തവിട്, ചോറ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ് കൊടുക്കണമെങ്കിൽ മുട്ടയുടെ ഇടുന്ന ദിവസം കുറച്ചുകൂടെ വൈകും. അപ്പോൾ അങ്ങനെയുണ്ട്. പിന്നെ ശരാശരി ഒരു കോഴി 120 ദിവസം മുട്ട നല്ല ക്രമമായിട്ട് തീറ്റ കൊടുക്കണമെങ്കിൽ 120 ദിവസം മുട്ടയിടും. അപ്പോൾ എല്ലാ കോഴിയും അങ്ങനെ മുട്ടയിടില്ല. ഒരു 5 മാസം 5.5 മാസം ആകുമ്പോൾ എല്ലാ കോഴിയും മുട്ടയിടും. പിന്നെ ഇതിന് ആൾക്കാർ വാങ്ങിക്കൊണ്ട് പോകുമ്പോൾ ആ കൊടുക്കുന്ന തീറ്റ അനുസരിച്ചിരിക്കും വേറൊരു ഘടകം മുട്ടയിൽ. പിന്നെ മുട്ട കുറവ് വരാം. ഒരാളൊരു ബ്രാൻഡ് തീറ്റ കൊടുത്തോണ്ടിരുന്ന ആ ബ്രാൻഡ് മാറി വേറൊരു ബ്രാൻഡ് മാറുമ്പോൾ കോഴി മുട്ട അറയ്ക്കും. SKM ആണ് കൊടുത്തോണ്ടിരിക്കുകയാണെങ്കിൽ കൃഷിയുടെ മാറ്റി കൊടുക്കുമ്പോഴത്തേക്കും പിന്നെ അതിൻ്റെ ടേസ്റ്റും അതിൻ്റെ വ്യത്യാസം കൊണ്ടുന്ന കോഴി മുട്ട അറയ്ക്കും. അതുപോലെ തന്നെ ഗോദ്രേജിൻ്റെ പെട്ടെന്ന് മാറിക്കൊടുക്കുകയാണെങ്കിൽ കമ്പനികൾ മാറിക്കൊടുക്കുമ്പോഴത്തേക്കും മുട്ടയുടെ അളവ് കുറയും. ഇപ്പോൾ ഏത് തീറ്റയാണോ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അത് തന്നെ കണ്ടിന്യൂ ചെയ്ത് അത് മാറിക്കഴിഞ്ഞാൽ ഈ കോഴി മുട്ട ഇടുന്നതിൽ വ്യത്യാസം വരും ഉണ്ടാവും. ഞാൻ ഈ കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങിയത് കെപ്കോയുടെ കോഴിക്കുഞ്ഞുങ്ങളാണ്. ഇത് ചെയ്തിരിക്കുന്ന ഈ ബ്രൂഡിങ് എന്ന് പറയും. ഇതിനകത്ത് ഇതിന്ന് 3 ദിവസമായ കോഴിക്കുഞ്ഞുങ്ങളാണ്. ഇത് വന്നിട്ട് ഇപ്പോൾ പണ്ട് കാലത്തൊക്കെ ബൾബായിരുന്നു, ഇപ്പോൾ ഹീറ്ററാണ് ഇതിന് ഉപയോഗിക്കുന്നത്. പിന്നെ കുഞ്ഞുങ്ങൾക്കുള്ള വെള്ളപാത്രം, തീറ്റപാത്രം ഇങ്ങനെ ക്രമത്തിന് വെച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് ആദ്യം വരുമ്പോഴത്തേക്ക് ന്യൂസ് പേപ്പർ ഈ മരപ്പടിയുടെ പുറത്ത് വിരിച്ചിരിക്കും. ന്യൂസ് പേപ്പർ ഇന്ന് 3 ദിവസം കഴിഞ്ഞ് മാറ്റിയതാണ്, 2 ദിവസം കഴിഞ്ഞ് മാറ്റിയതാണ്. ഇതൊരു 10 അടി വീതി ഉള്ളതാണ്, 10 അടി. ഇതിനകത്ത് ഏകദേശം മാക്സിമം എത്ര കുഞ്ഞുങ്ങളെ നിർത്താൻ പറ്റും? ഇത് ഈ കാണുന്നത് 1100, 2000 വരെ ഈ ഹീറ്റർ മതിയാവും. അത്ര സ്ഥലം കൂട്ടിക്കൊടുത്താൽ മതി. ഇത്രയും ഉയർത്തി കെട്ടിയിരിക്കുന്നത് താഴ്ത്തി കെട്ടിക്കഴിഞ്ഞാൽ ബൾബാണെങ്കിൽ താഴ്ത്തി കെട്ടി കൊടുക്കണം, ചൂട് താഴെ കിട്ടും. അതാണ് 2 രീതിയിൽ പ്രകാശമായിട്ട് വേപ്പറായി പോകും. ഇതാകുമ്പോൾ ഹീറ്റർ ആകുമ്പോഴത്തേക്കും ഒറിജിനൽ ചൂട് തന്നെ കിട്ടും. അത്രയും വൈത്തി കെട്ടേണ്ടി വരും. ഈ ഹീറ്റർ നമുക്ക് വാങ്ങാൻ കിട്ടും, നമുക്ക് റെഡിമെയ്ഡ് വാങ്ങാൻ കിട്ടും. 2700 രൂപയാണ് വില. കറണ്ട് ബില്ല് ബൾബിനേക്കാൾ അല്പം കൂടുതലാണ്. അതെ. നമുക്ക് ബൾബാണെങ്കിൽ ക്രമീകരിക്കാൻ പറ്റും. 2 ബൾബ് 3 ബൾബൊക്കെ വേണമെങ്കിൽ ക്രമീകരിക്കാൻ പറ്റും. ഇത് പറ്റൂല, ഒറ്റ സിംഗിളായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അപ്പം നമുക്ക് ഇതുപോലത്തെ ടൈമിൽ അങ്ങ് ഓഫ് ചെയ്യും. പകൽ വേണ്ട. ആദ്യം 2 ദിവസം മതി പകല്. ബൾബാണെങ്കിൽ ഒരാഴ്ച വരെ ഓഫ് ചെയ്യാതെ ഇട്ടേക്കേണ്ടി വരും. നമുക്ക് ഇതാണ് ലാഭം. മോർട്ടാലിറ്റി വളരെ കുറവാണ്. ചൂട് എല്ലാത്തിനും കിട്ടും. ഇത് ഗ്രാമശ്രീ കോഴിക്കുഞ്ഞുങ്ങൾ ഇന്ന് 3 ദിവസമേ ആയുള്ളൂ. ഇപ്പോൾ ഈ ഹീറ്റർ ഞാൻ ഓഫ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ഹീറ്ററിൻ്റെ ആവശ്യമില്ല. വളരെ ഉത്സാഹത്തോടെ ഓടി നടക്കുന്നതുകൊണ്ട് ഇതിൻ്റെ ആവശ്യമില്ല. ചൂടൊരു 10 ദിവസം മതി. ആദ്യത്തെ ദിവസം ഒരു 3 ദിവസം ഫുള്ളായിട്ട് കൊടുക്കും. പിന്നെ രാത്രി തണുപ്പുള്ള സമയങ്ങളിൽ മാത്രം മതിയാവും. ഈ ഒരു സൈസ് കുഞ്ഞുങ്ങളെ ചേട്ടൻ കൊടുക്കുന്നുണ്ടോ, അല്ലെ വളർത്തിയിട്ട് ഈ പറഞ്ഞ ദിവസം നമ്മൾ അതായത് 1.5 മാസം കഴിഞ്ഞിട്ടേ കൊടുക്കുന്നുള്ളൂ? ഈ കോഴിക്കുഞ്ഞുങ്ങളെ ഞാൻ കൊടുക്കുന്നത് 45 ദിവസം കഴിഞ്ഞേ കൊടുക്കുകയുള്ളൂ. അപ്പോൾ അതിനിടയ്ക്ക് ആരെങ്കിലും വന്നാൽ ഞങ്ങൾ ഇത്ര ദിവസം ആകുമ്പോഴേ കൊടുക്കാൻ പറ്റുള്ളൂ, അപ്പോഴും വന്നാൽ മതി എന്ന് പറയും. ഗ്രാമശ്രീ കോഴികൾക്കുള്ള പ്രത്യേകത ഉള്ളത് ഒരു നാടൻ്റെ സങ്കരയിനം കൂടെ ചേർന്ന്, നാടനും സങ്കരയിനും കൂടെ ചേർന്ന ഇനം ആയതുകൊണ്ട് ഇതിന് ഈ മോർട്ടാലിറ്റി ഈ അസുഖങ്ങളൊക്കെ വളരെ കുറവാണ്. അതുപോലെ പിന്നെ വെയിറ്റിൽ ഒരു ശരാശരി 2 കിലോ, 1.800, 2 കിലോ തൂക്കം ഉണ്ടാവുള്ളൂ. അതെ. പിന്നെ ഹൈബ്രിഡ് വേറെ കോഴിയുണ്ട്. റെയിൻബോ പോലുള്ള കോഴികളാണെങ്കിൽ പൂവനൊക്കെ വന്നിട്ട് 4-5 കിലോ തൂക്കം വയ്ക്കുന്നുണ്ട്. പക്ഷേ അത് ചിലർ പൂവൻ മാത്രം വാങ്ങിച്ച് വളർത്തി വയ്ക്കുന്നവരുണ്ട്. പിട മാത്രം വാങ്ങിച്ച് വളർത്തുന്നവരുണ്ട്. ബോഡി വെയിറ്റ് ആവശ്യമുള്ളവർ അത് വാങ്ങുന്നുണ്ട്. അങ്ങനെ രണ്ട് സമൂഹത്തിൽ 2 പേർക്കും ആവശ്യമുള്ളതുണ്ട്. ഗ്രാമശ്രീ BV380 എന്ന് പറയുന്ന ഒരു കോഴി ഉണ്ടല്ലോ, ഉണ്ട്. BV380 ഇതുമായിട്ടുള്ള കമ്പാരിസൺ ചെയ്യണമെങ്കിൽ ഇത് എന്താണ് അതുമായിട്ടുള്ള പ്രത്യേകത കാര്യങ്ങൾ? എൻ്റെ കാഴ്ചപ്പാടിൽ BV380യെക്കാളും കുറച്ചുകൂടെ കൊള്ളാവുന്ന കോഴിയാണ് ഇതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം
ഞാൻ വളർത്തി നോക്കിയാൽ ഞാൻ വീട്ടിൽ മുട്ടയിടുന്ന കോഴിയുണ്ട് ഇതിൻ്റെ തന്നെ. BB3യും അത് ഈ മുട്ട റെഗുലറായിട്ട് ഇടുമെന്ന് പറയുന്നു. പക്ഷേ നമുക്ക് 2 മുട്ട 3 മുട്ട കുറഞ്ഞു പോയാലും ഇതിന് വേറെ വലിയ ഭാരിച്ച അസുഖങ്ങളൊന്നും വരുന്നില്ല. BB380 എന്ന് പറയുമ്പോൾ അതിൻ്റെ കോഴികളുടെ മുട്ടയ്ക്ക് ഒരു നിറമുണ്ട്, കറക്റ്റ് ചുവപ്പ് നിറമായിരിക്കും. പക്ഷേ ഇതെന്ന് പറയുമ്പോഴത്തേക്കും ഒരു യൂണിഫോം ആയില്ല, ചുവപ്പ് നിറം തന്നെ ആയിരിക്കും, ലൈറ്റ് ചുവപ്പ് അങ്ങനെയൊക്കെയുള്ള ഈ കാണുന്ന കളർ കാണുന്ന പോലെ തന്നെ വ്യത്യാസം ഉണ്ടായിരിക്കും. മുട്ടയിൽ വ്യത്യാസം ഉണ്ടാകും. പിന്നെ ഈ BB380ക്ക് ഫുൾ ഫീഡ് തന്നെ കൊടുക്കണം. അതായത് നമുക്ക് കൈത്തീറ്റ കൊടുക്കാൻ പറ്റത്തില്ല എങ്കിൽ മുട്ടയുടെ എണ്ണം കുറയും. നമ്മൾ ഈ പറയുമ്പോൾ മുട്ട ഉണ്ടാവില്ല. ഇതിനെന്ന് വെച്ചാൽ അങ്ങനെയല്ല, ഇത് കൈത്തീറ്റ വേണമെങ്കിൽ കൊടുത്ത് വളർത്താം, നമുക്ക് എന്ത് വേണമെങ്കിൽ ചെയ്ത് വളർത്താം. ഇത് വീട്ടിലെ തീറ്റകൾ തന്നെ കൊടുത്ത് വളർത്താൻ പറ്റും. ഈ മുട്ടയുടെ എണ്ണം അതിൽ കുറയും കൂടുകയും അങ്ങനെയൊന്നും. മുട്ടയുടെ എണ്ണം നമുക്ക് കൈത്തീറ്റ കൊടുത്താലും സാധാ തീറ്റ കൊടുത്താലും കുറേ കണക്ക് നിൽക്കും. ഇതിന് ഒരു കോഴിക്കുഞ്ഞിനെ നോക്കുമ്പോൾ ഈ ഒരു കോഴിക്കുഞ്ഞ് എടുത്തിട്ട് അതിൻ്റെ കാല് നോക്കുമ്പോൾ അറിയാൻ പറ്റും. ഈ ഗ്രാമശ്രീ കോഴിക്കുഞ്ഞുങ്ങളുടെ കാല് ഒരു പച്ച കിറുക്കിൻ്റെ അത്രയും സൈസ് ഉണ്ടാവുള്ളൂ. അതേസമയത്ത് ഗിരിരാജ, റെയിൻബോ, പിന്നെ അതുപോലുള്ള ഹൈബ്രിഡ് കോഴികൾ, ശ്വാസം അങ്ങനെയൊക്കെ ഉള്ളതിൻ്റെ കോഴികളെന്ന് വെച്ചാൽ ഈ സൈസ് ഉള്ളത് തന്നെ കാലിൻ്റെയൊക്കെ നല്ല കനം കാണും. അപ്പോൾ ബോഡി വെയിറ്റ് കൂടുതലായിരിക്കും. ഇതേ ദിവസം 10 ദിവസമായ ഒരു കോഴിക്കുഞ്ഞ് എടുത്തോ ഇതും എടുത്ത് നോക്കിയാൽ അത് ഹൈബ്രിഡും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് ഇതിനേക്കാളും നല്ല വെയിറ്റും ഹൈറ്റും ഒക്കെ ആയിരിക്കും. അപ്പോൾ ഇത് കാണുന്നവർക്ക് അറിയാൻ പറ്റും മുട്ടക്കോഴി ഏതാണ്, ഗ്രാമശ്രീ ഏതാണ്, അല്ലാതെ റെയിൻബോ ഏതാണെന്നുള്ള അവർക്ക് അറിയാൻ പറ്റും. ഒരു ദിവസം പ്രായമുള്ള കോഴിക്കുഞ്ഞുങ്ങൾ അവിടെ സെക്സിങ് എന്ന് പറയും, അവന് സെക്സ് ചെയ്യും. അതായത് ആണും പെണ്ണും തെരിയും. അത് തെരിയുന്നതെന്ന് പറയുമ്പോഴത്തേക്കും ഇതിനെ അവർ ചെയ്യുന്നത് ഇതുപോലെ കോഴി എടുത്തിട്ട് ഈ ഒരു പ്രത്യേക രീതിയിൽ ട്രെയിനിങ് ഉള്ളവർക്ക് ഇങ്ങനെ ഇവർ വിരലോട്ട് ഇങ്ങനെ പുറത്തോട്ട് തള്ളുമ്പോൾ ഈ മലദൂരം വെളിയിലോട്ട് വരും. അപ്പോൾ അതിലൊരു ഡിസൈനുണ്ട്, ഒരു സ്പോട്ട് ഉണ്ടാവും. അത് ചെറിയൊരു ചൊറി പോലെ ഒരു കൊച്ചു സ്പോട്ട് ഉണ്ടാവും. അതാണെങ്കിൽ പൂവനും ചെറിയൊരു ലയനാണെങ്കിൽ പിടക്കുഞ്ഞുങ്ങൾ അന്നേരം തന്നെ അവരങ്ങ് രണ്ട് ട്രയലോട്ട് മാറ്റും. പെടയാണ്. ഈ പൂവൻ പിടക്കുഞ്ഞുങ്ങളെ 30 രൂപയും പൂവൻ കുഞ്ഞിന് 5 രൂപ റേറ്റിലാണ് അവർ കൊടുക്കുന്നത്. ഞങ്ങൾക്ക് നേഴ്സറിക്കാർക്കെല്ലാം പിടക്കുഞ്ഞ് 30 രൂപ. പുറത്തല്ലാതെ ഇറച്ചിക്ക് ആവശ്യമായിട്ട് വളർത്തുന്നവർക്കാണെങ്കിൽ 5 രൂപ പൂവന് 5. അവിടുന്ന് നമ്മൾ ഈ കെപ്കോന്ന് കൊടുക്കുന്നത് അങ്ങനെയാണ് പെടയും സെപ്പറേറ്റ് ചെയ്തിട്ടാണ് അവർ അവിടെ നിന്ന് കൊടുക്കുന്നത്. അതെ. അത് പൂവൻ കുഞ്ഞുങ്ങളെ പ്രത്യേകിച്ച് വാങ്ങി വളർത്തുന്നവരുണ്ട്. ഓരോ രീതി വളർത്തി ഇറച്ചിക്കായിട്ട് കൊടുക്കുന്നവരാണ്. 5 രൂപയേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാവരും വാങ്ങുന്നത്, സാധാരണ നാട്ടുകാരൊക്കെ വാങ്ങും. നമുക്കായിട്ട് തന്നെ മുട്ടക്കോഴികളാണ് നമ്മൾ കൊടുക്കാറുള്ളത്. ഇതിന് കൊടുക്കുന്ന കോഴിത്തീറ്റ എന്ന് പറയുമ്പോൾ പ്രീ സ്റ്റാർട്ടർ, ഇറച്ചിക്കോഴി കൊടുക്കുന്ന പ്രീ സ്റ്റാർട്ടർ, അതായത് സ്റ്റാർട്ടറിനേക്കാൾ കുറച്ചുകൂടെ തരി കുറഞ്ഞതാണ്. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് തിന്നാതേ പറ്റുള്ളൂ. അതൊരു 10 ദിവസം പ്രീ സ്റ്റാർട്ടർ കൊടുക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ലെയർ സ്റ്റാർട്ടർ എന്ന് പറയും. മുട്ടക്കോഴികൾക്ക് കൊടുക്കുന്ന ഒരു തീറ്റയാണ് ലെയർ സ്റ്റാർട്ടർ. 10 ദിവസം കഴിയുമ്പോഴത്തേക്കും 10 ദിവസം കഴിയുമ്പോൾ ആദ്യത്തെ 10 ദിവസം ഈ പ്രീ സ്റ്റാർട്ടർ, ബ്രോയിലർ കോഴികൾക്ക് കൊടുക്കുന്ന പ്രീ സ്റ്റാർട്ടർ, അതിന് അല്പം വില കൂടുതലാണ്. സാധാരണ സ്റ്റാർട്ടറിനേക്കാളും 10-100 രൂപ ഒരു ചാക്കിന് വ്യത്യാസം ഉണ്ടാവും, വില കൂടുതലാണ്. പിന്നെ ഈ പ്രീ സ്റ്റാർട്ട് കഴിഞ്ഞിട്ട് ലെയർ സ്റ്റാർട്ടറാണ് കൊടുക്കുന്നത് 45 ദിവസം വരെ. 45 ദിവസം വരെ. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മളിത് കൊടുക്കേണ്ടത് ഗ്രാവറാണ്. വാങ്ങിക്കൊണ്ട് കൊടുക്കുന്നത് ഗ്രാവർ, കോഴി വളരും. അപ്പോൾ പിന്നെ കൊടുക്കേണ്ടത് ഗ്രാവറാണ് കൊടുക്കുന്നത്. ഗ്രാവർ കൈത്തീറ്റയും കൊടുക്കാമല്ലോ. കൈത്തീറ്റ കൊടുക്കാം, ധൈര്യമായിട്ട് കൊടുക്കാം, കൈത്തീറ്റ കൊടുക്കാം. നമ്മൾ തുറന്നിട്ട് വളർത്തുകയാണെങ്കിൽ എല്ലാം കൊടുക്കാം. നമുക്ക് നിലവിൽ കോഴി ഉണ്ടായിരുന്നു എങ്കിൽ ആ കോഴിയെല്ലാം പിടിച്ച് മാറ്റിയതിന് ശേഷം ആ വളമെല്ലാം വാരി ഷെഡ് സിമൻ്റ് ആയിരിക്കും, സിമൻ്റ് ഇട്ട ഷെഡാണ്. എന്നിട്ട് അത് കഴുകണം. കഴുകിയതിന് ശേഷം നമ്മൾ കുമ്മായം കലക്കി നമ്മൾ വൈറ്റ് വാഷ് ചെയ്യണം. നമ്മൾ തറ ഇത് കുമ്മായം അടിക്കണം. ചുണ്ണാമ്പാക്കി നമ്മൾ തറ ഇതുപോലെ ക്ലീൻ ചെയ്യണം. എന്നിട്ടൊരു 15 ദിവസം കഴിഞ്ഞ് അടുത്ത് ഈ കോഴിക്കുഞ്ഞുങ്ങളെ കൊണ്ട് ഇടാൻ പാടുള്ളൂ. എങ്കിൽ ഇതിനകത്തുള്ള ഇൻഫെക്ഷനൊക്കെ മാറുള്ളൂ. 2 രീതിയിലാണ് കോഴി വളർത്തുന്നത്. നഴ്സറി എന്ന് പറയുമ്പോൾ 45 ദിവസവും, അത് കഴിഞ്ഞ് അടുത്ത കസ്റ്റമറാണ് വാങ്ങിക്കൊണ്ട് പോകുന്നത്. അവർക്കും ആവശ്യമുള്ളത്ര കോഴി വളർത്താൻ പറ്റും. നഴ്സറി എന്ന് പറയുമ്പോൾ ഒരു 1000 കോഴിക്ക് മേളിൽ വളർത്തുന്ന ഒരു കർഷകനാണെങ്കിൽ അവർക്ക് പഞ്ചായത്തിൻ്റെ ലൈസൻസ് എല്ലാം ബാധകമാണ്. പഞ്ചായത്തിൻ്റെ ലൈസൻസ്, പൊല്യൂഷൻ, ഇതെല്ലാം 1000 കോഴിക്ക് മേളിൽ വളർത്തുന്ന ഒരു കർഷകന് ആവശ്യമാണ്. അത് നമ്മളിൽ നിന്ന് 100, 250, 500, 1000 കോഴി വാങ്ങിച്ച് വളർത്തി മുട്ടയ്ക്ക് വേണ്ടി വളർത്തുന്ന ഒരു കർഷകനാണെങ്കിൽ പൊല്യൂഷൻ്റെ ആവശ്യം വരുന്നില്ല, ഒന്നും വരുന്നില്ല, ലൈസൻസിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. അങ്ങനെ ചെയ്യുന്നവർക്ക്
നമ്മളുടെ ഇത് നേഴ്സറിക്ക് പ്രത്യേക ഒരു സംവിധാനവും കർഷകർക്ക് അല്ലാതെ വളർത്തുന്നവർക്ക് വേറൊരു സംവിധാനമാണ്. അങ്ങനെ രണ്ട് രീതിയിലാണ്. ഇപ്പോൾ അറിഞ്ഞുകൂടാതെ ഒരാളിനെ അവരെ നിരുത്സാഹപ്പെടുത്തണമല്ല, അവരെ 1000 കോഴി ചോദിച്ചു വരുന്ന ആളിന് 500 കൊടുക്കുകയുള്ളൂ. കാരണം അവർക്ക് 1000 കോഴി മുട്ടയിട്ട് വരുമ്പോഴത്തേക്കും അത് കൊണ്ട് വിൽക്കാനൊക്കെ ഉള്ള പ്രായോഗികമായ മാർക്കറ്റിങ്ങിന് ബുദ്ധിമുട്ട്. 100 കോഴി വളർത്തി തുടങ്ങിയ ആളിന് 200 കോഴി വളർത്താൻ പറ്റും, 200 വളർത്തിയാൽ 500 വളർത്താൻ പറ്റും, 500 വളർത്തിയാൽ 1000 വളർത്തും. അപ്പോൾ ഒറ്റയടിക്ക് 1000 അറിഞ്ഞുകൂടാത്ത ആളൊന്ന് ചോദിച്ചാൽ അത് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. നിങ്ങൾ ആദ്യം ഒരു 500 കോഴി അല്ലെങ്കിൽ 100 കോഴി തുടങ്ങിയില്ല, ഇതിൽ വരുന്ന കഷ്ടവും നഷ്ടമല്ലേ ഉള്ളൂ എന്ന് പറയുമ്പോൾ കർഷകനോട് സന്തോഷമായിരിക്കും. അവരത് ചെയ്ത നിങ്ങൾ പറഞ്ഞത് വളരെ നന്നായി, ഒരു 100 കോഴി ഇട്ട് ഇത്രയും പറ്റും, അല്ലെങ്കിൽ 200 കോഴി ഇട്ടാൽ പറ്റും, 1000 ഇട്ടിരുന്ന അവത്തായതിന് അത് മുമ്പ് കൊടുത്ത് ഞാൻ പരീക്ഷിച്ചിട്ടുണ്ട്. അത് അങ്ങനെ വരുമ്പോൾ അവർ തോറ്റു പോകും, പരാജയപ്പെടും. അതെ അതെ അതെ. നേരത്തെ കണ്ട ഗ്രാമശ്രീ പെടക്കുഞ്ഞുങ്ങളാണ് അത് നമ്മൾ കണ്ടത്. ഇത് വന്നിട്ട് പൂവനും പിടയുണ്ട്, മിക്സിംഗ് ആണ്, അൺസെക്സഡ് എന്ന് പറയും. പൂവനും പിടയും ഉണ്ടാവും. അല്ല, ഇത് റെയിൻബോ എന്ന് പറയും. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് പ്രൈവറ്റാണ്, ബാംഗ്ലൂർ ഇവിടെ നിന്ന് വരണതാണ്, സേലത്തു നിന്ന് വരണതാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ആൾ ബുക്ക് ചെയ്യുമ്പോഴത്തേക്ക് അത് ഇവിടെ സ്ഥലത്ത് ട്രെയിനിൽ അയച്ചു തരും, നമ്മളോട് ചെന്ന് എടുക്കും, വണ്ടിക്ക് ചെന്ന് എടുക്കുന്നതാണ്. അവർ ഈ ഡേ ഓൾഡ് കുഞ്ഞുങ്ങളെയാണ് കൊണ്ടുതരുന്നത്? ഡേ ഓൾഡ് അവിടെ നിന്ന് അയക്കും. അയക്കും. ഇതിനൊരു 3 ദിവസം വരെ വെള്ളവും ആഹാരമൊന്നും കിട്ടിയില്ലെങ്കിൽ ജീവിച്ചിരിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഈ കോഴിക്കുഞ്ഞുങ്ങൾക്കുണ്ട്. അതാണ് അവർ ട്രെയിനിൽ അയച്ചാലും ചത്തുപോകാതെ നമുക്ക് കിട്ടുന്നതിൻ്റെ കാര്യം. ഇമ്മ്യൂണിറ്റി പവർ പറയുമ്പോൾ ഇതിൻ്റെ മുട്ടയുടെ മഞ്ഞക്കരു അതിലാണ് ഈ ഭ്രൂണമുള്ളത്. മുട്ടയുടെ മഞ്ഞക്കരുവും കൂടെ ഈ കുടലിനോട് ചേർന്നിരിക്കും. അപ്പോഴത്തെ ഒരു ഖരാവസ്ഥയിൽ ഇരിക്കുന്ന സാധനം അത് കുറേശ്ശെ ഈ കുടലിൽ കിട്ടിക്കൊണ്ടിരിക്കും. അതിന് മോർട്ടാലിറ്റി വരാതിരിക്കാൻ വേണ്ടി അത് 3 ദിവസം അതിന് ജീവിച്ചിരിക്കാൻ പറ്റും. അപ്പോൾ നമ്മളിവിടെ കൊണ്ടുവരുമ്പോൾ വെള്ള ദാഹമുണ്ട്, ഈ വെള്ളം ആദ്യം കൊടുക്കും. പിന്നെ എല്ലാം നല്ല പിക്കപ്പോ ഇതേപോലെ എല്ലാം തല ഉയർത്തി നിൽക്കും. ഹെൽത്തി ആയിട്ടിരിക്കും. ഇതിൻ്റെ പ്രത്യേകിച്ച് ആൾക്കാർ വാങ്ങുന്നത് ഇറച്ചിക്കും മുട്ടയ്ക്കും ഡ്യുവൽ പർപ്പസാണ്. ഇറച്ചിക്കും മുട്ടയ്ക്കും ഉപയോഗിക്കാം ഈ കോഴി. അതെ അതെ. പൂവൻ മാത്രം വാങ്ങി വളർത്തുന്നുണ്ട്. 4 കിലോ 5 കിലോ വെയിറ്റ് വയ്ക്കും. ഇതിന് പൂവിന് 5 കിലോളം വെയിറ്റ് വയ്ക്കും. ഏകദേശം 3 കിലോളം വെയിറ്റ് ആയ എൻ്റെ തന്നെ ഇപ്പോൾ കിടപ്പുണ്ട്. ഉണ്ട്. ഇത് ഒരു ദിവസം പ്രായമുള്ള കോഴിക്കുഞ്ഞിന് 26 രൂപയാണ് വില. അൺസെക്സഡ് ആണ്. ആ സമയത്ത് ഗവൺമെൻറ്റിന് എന്ന് പറയുമ്പോഴത്തേക്കും പെടക്കുഞ്ഞുങ്ങൾ 30 രൂപയാണെങ്കിൽ മെയിലിന് 5 രൂപയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴേ താരതമ്യം നോക്കുമ്പോൾ ഇതിനാണ് വില കൂടുതലാണ്. മറ്റേ ഫീമെയിൽ കൂടെ പകുതി വാങ്ങിച്ചാൽ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ വില കുറവായിരിക്കും. എനിക്ക് മെയിലിന് 5 രൂപയേ ഉള്ളൂ. ഇത് പൂവനായിട്ട് കിട്ടില്ല. ഇതിന് പൂവനായാലും പിഴയായാലും 26 രൂപ കൊടുക്കണം. അല്ല എടാ, ഇപ്പോൾ ഇത്രയും കുഞ്ഞുങ്ങൾ നമ്മൾ എടുക്കണം, അത് 100 കുഞ്ഞുങ്ങൾ എടുക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഇടയിൽ എത്ര പെട എത്ര പൂവൻ അങ്ങനെ ഒരു ആവറേജ്? അത് സാധാരണ ഈ ഇതിൻ്റെ കോഴികളുടെ എത്ര പൂവൻ എത്ര പിട വരുമെന്ന് വെച്ചാൽ ഒരു ആവറേജ് കണക്കാക്കുമ്പോൾ 50-50. അതായത് 100 എടുത്തു കഴിഞ്ഞാൽ 50 പിട 50 പൂവനാണ് ശരാശരി. നമ്മൾ 45 ദിവസം കഴിയുമ്പോൾ നമുക്ക് അറിയാം, പൂവനും പിട അറിയാൻ പറ്റും. നമുക്ക് ഇതിൻ്റെ പൂ കൊണ്ട് മനസ്സിലാക്കാൻ പറ്റും. പൂവനെന്ന് പറയുമ്പോൾ ഇതിൻ്റെ വാല് പിന്നീടേ മുളച്ചു വരുള്ളൂ. ഈ മുട്ട അരിഞ്ഞ് കണ്ടില്ലേ, ഇതിൻ്റെ വാല് മുട്ട വരുള്ളൂ. ഇത് ഇന്ന് 15 ദിവസമേ ആയുള്ളൂ. നമുക്ക് വളരെ വ്യക്തമായിട്ടല്ല എങ്കിലും അറിയാൻ പറ്റും. അറിയാൻ പറ്റും. ഇത് പൂവനാണ്. പിട ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഇത് വെച്ചോളൂ, പിട ഞാൻ ഒന്ന് കാണിച്ചു തരാം. നോക്കിയേ, ഇതിന് വാല് മുളച്ചിട്ടില്ല. ഇതിന് വാല് മുളച്ച് വാല് മുളച്ച് വരുന്നുണ്ട്. ഇതിൻ്റെ പൂവൊന്നും പൂവ് സെയിം ആണെങ്കിലും ഇത് പെട്ടെന്ന് കയറി വളരും. ഇതിൻ്റെ പൂവ് വളർന്നുണ്ടാകും. ഇതിന് കുറച്ച് പൂവന് കുറച്ചുള്ള ബോഡി വെയിറ്റ് കൂടുതലാണ്. സൈസെല്ലാം ഉണ്ടാവും. ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞല്ലോ, ഗ്രാമശ്രീയുടെ കോഴിക്കുഞ്ഞ് വാങ്ങി കഴിഞ്ഞാൽ പകുതി വരുള്ളൂ. ഈ വിരലിൻ്റെ അത്രേ വരുള്ളൂ. ഇത് എടുക്കുമ്പോഴറിയാം വെയിറ്റ് ഉണ്ടാവും, മറ്റേ ബോഡി വെയിറ്റ് ഉണ്ടാവില്ല. ഇങ്ങനെ ആണും പെണ്ണും നമുക്ക് കാഴ്ചയിൽ തിരിച്ചറിയാൻ പറ്റും. ഇത് 15-10 ദിവസം കഴിഞ്ഞാൽ പിന്നെ എല്ലാത്തിനും അറിയാൻ പറ്റും. പിടയും പൂവനൊക്കെ തിരിച്ചറിയാൻ പറ്റും. ഈ കോഴി വളർത്തലിനെ കുറിച്ച് ശരിക്കും അറിഞ്ഞിരിക്കണം. ഇതിനെക്കുറിച്ചൊന്നും അറിഞ്ഞുകൂടാതെ ഒരാൾ കുറച്ച് പൈസ മുടക്കിയിട്ട് കാര്യമില്ല, അവർക്ക് നഷ്ടം വരും. കാരണം ഒരു ചെറിയൊരു ഷെഡിലായിരിക്കും ചിലപ്പോൾ ഒരു 50 കോഴിക്കുഞ്ഞ് വാങ്ങിച്ചുകൊണ്ട് വിടുന്നത് അവർക്ക്. അപ്പോൾ അവിടെ വളർന്നു വരുമ്പോഴത്തേക്കും വിടുമ്പോൾ ഒരു ചെറിയ മൂലയിൽ കിടക്കാനേ കാണുകയുള്ളൂ. അപ്പോൾ വളർന്നു വരുമ്പോഴത്തേക്ക് അതിന് വേണ്ടത്ര സ്ഥലമില്ലാതെ വരും. അപ്പോൾ 50 കോഴി നമ്മൾ വളർത്തുമ്പോൾ അതിൽ നമ്മൾ ഉദ്ദേശിച്ച അത്ര വെയിറ്റ് കിട്ടില്ല, ലാഭം കിട്ടാൻ സാധ്യത. അപ്പോൾ ആ സമയത്ത് എനിക്കറിയാവുന്നതാണ് 50 വളർത്തിക്കൊണ്ടാണ് ഞാൻ പറഞ്ഞു 30 വളർത്താൻ പറഞ്ഞു. അപ്പോഴത്തേക്ക് 30 വളർത്തിയപ്പോൾ ശരിക്കും പറഞ്ഞാൽ
അവർക്ക് നല്ല രീതിയിലുള്ള ഒരു ലാഭം കിട്ടി. ഏകദേശം ഒരു 4000 രൂപയ്ക്ക് മേളിലുള്ള ലാഭം അവർക്ക് കിട്ടി. ഈ 30 ദിവസം 30 കോഴിയെ അവർ 3 കിലോ വെയിറ്റ് ആക്കിയപ്പോഴത്തേക്ക് 3 കിലോ വെയിറ്റ് ആകുമ്പോൾ എൻ്റെ ഇറച്ചി മീഡിയം മുറ്റുകയും ചെയ്യും. ഇറച്ചി എല്ലാവരും ഇഷ്ടപ്പെടും 3 കിലോ വെയിറ്റൊക്കെ ആകുമ്പോഴത്തേക്ക്. പൂവൻ കോഴി വളർത്തുമ്പോൾ ഒരു 3 മാസം വളർത്തിയാൽ മതിയാവും. മുട്ടയ്ക്ക് വേണ്ടി വളർത്തുന്ന കോഴി നമുക്ക് ഒരു 1.5 വർഷം വളർത്തിയിട്ടേ നമുക്ക് ആദായം എടുത്തിട്ടേ പിന്നെ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ചിലർ രണ്ട് രീതിയിൽ വളർത്തുന്ന കർഷകരുണ്ട്. മുട്ടയ്ക്ക് വേണ്ടിയിട്ട് വളർത്തുന്ന കാലങ്ങളായി വളർത്തുന്നവരുണ്ട്. കുറഞ്ഞ താമസത്തിൽ ഇറച്ചിക്കോഴി വളർത്തി പൂവനെ വളർത്തി കൊടുക്കുന്നവരും ഉണ്ട്. 25 മുട്ട കോഴിക്ക് ഒരു ദിവസം നമുക്ക് തീറ്റ ചിലവ് എത്ര വരും? അത് ഒരു ദിവസം മുട്ട ഇടാൻ തുടങ്ങിയ പിന്നെ ഒരു ദിവസം ഏകദേശം 100 ഗ്രാം തീറ്റ വേണ്ടി വരും ഒരു കോഴി ഒന്നിന്. ഒരു കോഴിക്ക് 100 ഗ്രാം തീറ്റ വേണ്ടി വരും. ഇറച്ചി കോഴിയാണെങ്കിൽ അതിൽ കൂടുതൽ വരും. അതിന് കൂടുതൽ വേണ്ടി വരും. 100 ഗ്രാം എന്നുള്ളത് കൈത്തീറ്റ കൂടെ എന്തെങ്കിലും തവിട ചോറ എന്തെങ്കിലും കൂടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു നേരം അങ്ങനെയും കൂടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ 100 ഗ്രാം എന്നുള്ള അല്പം കുറഞ്ഞിരിക്കും. കുറച്ച് എടുക്കാം. അതെ അതെ. അതായത് കൈത്തീറ്റ കൂടെ കൊടുക്കണം. അപ്പോൾ അത്രയും പൈസ ക്രമീകരിക്കാൻ പറ്റും നമുക്ക്. പണ്ടത്തെ പോലെ തുറന്നു വിട്ട് വളർത്താൻ പറ്റില്ല. ഇന്ന് വെട്ടുങ്ങളെല്ലാം ഇല്ലാത്തതുകൊണ്ട് കീരിയുടെ ശല്യവും പട്ടി പൂച്ച ഇങ്ങനെയുള്ള കാട്ടുജീവികളുടെയൊക്കെ ശല്യം ഉള്ളത് കാരണം നമുക്ക് അടച്ചു പൂട്ടിയ ഒരു ചെറിയ വെയിറ്റിംഗ് ഷെഡ് പോലെ ഒരു ചെറിയൊരു 100 സ്ക്വയർ ഫീറ്റ് സ്ഥലത്ത് വെൽഡ് മെഷൊക്കെ അടിച്ച് നമ്മളെ ഭംഗിയായിട്ട് വളർത്തുകയാണെങ്കിൽ അതിൻ്റെ ഒരു മാതൃക ഞാൻ കാണിച്ചു തരാം. നമുക്ക് അവിടെ കാണാം. നമുക്ക് സ്ഥലപരിമിതി ഉള്ളവർക്ക് ഇത് വളർത്തിയെടുക്കാം. ഇതുപോലെ തുറസാരി ഉള്ള സ്ഥലം വേണമെന്നില്ല. നമുക്ക് കുറഞ്ഞ സ്ഥലത്തിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. ഈ കോഴി വളർത്തലിൽ ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്ക് ഇതിൻ്റെ ലാഭമാണ് നമ്മൾ എല്ലാവരും മനസ്സിലാക്കുന്നത്. ഒരു പ്രസ്ഥാനം തുടങ്ങുമ്പോൾ ആദ്യം നമുക്ക് എന്ത് കിട്ടും എന്നാണ്. പക്ഷേ ഇതിന് ശരിയായ പരിപാലനം നമ്മൾ ചെയ്യുകയാണെങ്കിൽ മുട്ട ഇടുന്ന കാലം മുതൽ മുട്ട ഇട്ട് തീരുന്നത് വരെയുള്ള കാലത്തിനുള്ളിൽ നമുക്ക് ചിലവാകുന്ന പൈസയുടെ 75% നമുക്ക് ചിലവും കോഴിക്കുഞ്ഞ് തീറ്റ അങ്ങനെയുള്ള ചിലവും ലാഭം എന്ന് പറയുന്നത് മുട്ട വിറ്റുള്ള വരുമാനത്തിൽ നിന്ന് ഒരു 25% ലാഭവും നമുക്ക് പ്രതീക്ഷിക്കാം. അതിനുശേഷം ആ കോഴിയെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും നമുക്ക് ആ കോഴിയെ ഇറച്ചിക്ക് വിറ്റിട്ട് വീണ്ടും കോഴി കുഞ്ഞുങ്ങളെ വാങ്ങിച്ചു വിടാനും തീറ്റയൊക്കെ എടുക്കാം. ആദ്യം പ്രാരംഭ പട്ടണത്തിൽ തീറ്റയൊക്കെ വാങ്ങുന്നതിനുള്ള പൈസ വീണ്ടും നമുക്ക് അതിൽ നിന്ന് കിട്ടും. 1000 സ്ക്വയർ ഫീറ്റാണ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഒരു 1000 എന്ന് പറയുമ്പോൾ 1000 ഇറച്ചിക്കോഴി വളർത്തുന്ന 1000 സ്ക്വയർ ഫീറ്റ് കോഴി സ്ഥലം പണിഞ്ഞ് വരുമ്പോഴത്തേക്കും 2.5 ലക്ഷം രൂപയാണ് നമുക്ക് ചിലവ് വരും. 2.5 അതിൻ്റെ തറപ്പണി വെൽഡ് മെഷ് മേൽക്കൂര എല്ലാം കൂടി ചേർന്ന് 2.5 ലക്ഷം രൂപയുടെ ചിലവ്. കാര്യങ്ങളെല്ലാം കൂടി എല്ലാം ചേർന്ന്. അപ്പോൾ തന്നെ ഈ 1000 കോഴി വളർത്തിയിട്ട് നമുക്ക് എന്ന് മുതലാക്കി എടുക്കാൻ പറ്റും? 1000 കോഴി ഇറച്ചിക്കോഴി എന്ന് പറയുമ്പോഴത്തേക്കും വില ഒരു സ്റ്റഡി ആയിട്ടുള്ള വിലയല്ല. മുട്ടക്കോഴിയാണെങ്കിൽ നമുക്ക് ഒരു 2 വർഷം കൊണ്ടൊക്കെ കവർ ചെയ്യാൻ പറ്റും. 2 വർഷം കൊണ്ട് ഈ എമൗണ്ട്. ഇറച്ചിക്കോഴിക്ക് ഇതിന് പ്രത്യേകത ഉണ്ട്. ഇറച്ചിക്കോഴി 1000 കോഴി ഇടുന്നിടത്ത് ഇത് 2000 കോഴി ഇടാം. മുട്ടക്കോഴിയാണ് 45 ദിവസമല്ലേ ഇടുന്നുള്ളൂ, ചെറുതായിരിക്കുമല്ലോ. മറ്റേ ഇറച്ചിക്കോഴി അങ്ങനെയല്ല, 45 ദിവസം ആകുമ്പോൾ അത് 2 കിലോ സൈസ് ആവും. ഇത് 1/2 കിലോ സൈസേ ഉണ്ടാവുള്ളൂ. കോഴി വളർത്തലിലേക്ക് ഇറങ്ങാൻ പോകുന്നവർക്ക് സർക്കാർ എന്തെങ്കിലും സഹായം ചെയ്യുന്നുണ്ടോ? നമ്മുടെ കേന്ദ്ര സർക്കാരോ കേരള സർക്കാരോ എന്തെങ്കിലും ചെയ്യുന്നുണ്ട്. കേന്ദ്ര സർക്കാരിൽ നിന്ന് നല്ല സഹായം ചെയ്യുന്നുണ്ട്. അതായത് 1000 മുട്ടക്കോഴി വളർത്തുന്ന ഒരു കർഷകന് 10 ലക്ഷം രൂപയാണ് സബ്സിഡി ആയിട്ട് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്. സബ്സിഡി ആയിട്ട് കൊടുക്കുകയാണ്. 1000 മുട്ടക്കോഴി വളർത്തുന്ന കർഷകന് 1000 മുട്ടക്കോഴിയും 50 പൂവനാണെന്ന് തോന്നുന്നു. ഒരു യൂണിറ്റായിട്ട് കണക്കാക്കിയിട്ട് അതിന് 10 ലക്ഷം രൂപയാണ് കേന്ദ്ര ഗവൺമെൻറ് ധനസഹായം ചെയ്യുന്നത്. സബ്സിഡി ആയിട്ട്. അതെ അതെ. ഇതിന്റെ ഈ ഡീറ്റെയിൽ അറിയാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കർഷകർ എവിടെ പോയി തിരക്കി കഴിഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ അറിയാൻ പറ്റും? അത് എല്ലാ വെബ്സൈറ്റിലും അറിയാൻ പറ്റും. പറ്റും. നമ്മളെ കൃഷിഭവൻ വഴി എന്തെങ്കിലും സഹായം ചെയ്യുന്നുണ്ടോ ഇവർക്ക്? ഈ കൃഷിഭവൻ വഴി ഉള്ള മൃഗാശുപത്രി വഴിയാണ്. മൃഗാശുപത്രി സഹായം എന്ന് പറയുമ്പോൾ നമ്മളിൽ നിന്ന് 45 ദിവസമായ കോഴിയെ കർഷകർക്ക് കൊടുക്കാൻ മൃഗാശുപത്രി വഴിയാണ് പഞ്ചായത്തിൽ കൊടുക്കുന്നത്. പഞ്ചായത്ത് ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. പഞ്ചായത്ത് ഇതിനുള്ള ബോധവൽക്കരണം കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ? ഉണ്ട്. ഗ്രാമസഭ വഴി ആവശ്യമുള്ള കർഷകരെ സെലക്ട് ചെയ്തിട്ട് അവർക്ക് 5 കോഴി 10 കോഴി ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ്. ഈ 45 ദിവസം വരെയുള്ള വാക്സിനേഷൻ എല്ലാം ചെയ്തിട്ടാണ് ചേട്ടൻ കുഞ്ഞുങ്ങളെ കൊടുക്കുന്നത്. അതെ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ വളർത്തി ഏകദേശം ഒരു 1.5 വർഷമെങ്കിലും വളർത്തുന്നുണ്ടല്ലോ മുട്ടക്കോഴിയാണെങ്കിൽ. അതെ. അപ്പോൾ അതിനുശേഷമുള്ള വാക്സിനേഷനും കാര്യങ്ങളും ഇപ്പോൾ കർഷകർ ചെയ്യണോ? അതിനുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് നമ്മൾ കൊണ്ടുപോകേണ്ടത്? അത് ഈ 6 മാസം കൂടുമ്പോഴേ പശുക്കൾക്കെല്ലാം കുളമ്പ് രോഗം വാക്സിൻ എടുക്കുന്നത് പോലെ കോഴികൾക്കും വാക്സിൻ എടുക്കാൻ വരുന്നുണ്ട്. അത് മൃഗാശുപത്രിയെ അറിയിച്ചാൽ അവർ അതിൻ്റെ സേവനം നടത്തി തരും. ഒരു കോഴിക്ക് 2 രൂപ 3 രൂപ എന്തോ പൈസ കൊടുക്കണം അതിന് വീട്ടിൽ വന്നെടുക്കുന്നതിന്. വീട്ടമ്മമാരിൽ അധികം പേരും വാങ്ങിക്കൊണ്ട് പോയിട്ട് കോഴികൾ തമ്മിൽ കൊത്തി ചാവുന്നു എന്നുള്ളൊരു പരാതിയുണ്ട്. അതായത് അവർ തുറന്നു വിടാതിരിക്കുമ്പോഴത്തേക്കും അടച്ചിട്ടിരിക്കുന്ന ഷെഡുകളിലാണെങ്കിൽ കോഴിക്ക് വേണ്ടത്ര സ്ഥലമില്ലെങ്കിൽ
ഇത് തമ്മിൽ കൊത്തുന്ന ഒരു പ്രവണതയുണ്ട്. അതിന് ഒന്ന് ഈ ഉപ്പിൻ്റെ അളവ്, ആഹാരത്തിൽ ഉപ്പിൻ്റെ അളവ് കുറഞ്ഞാൽ ഈ കൊത്താൻ ചാൻസ് ഉണ്ട്. പിന്നെ കോഴികൾ തമ്മിൽ സാധാരണ തീറ്റ അതിന് ശരിയാവാതെ വന്നാൽ അത് കൊത്താറുണ്ട്. അതിന് ഈ മേൽച്ചുണ്ട്, കോഴി വലുതാകുമ്പോൾ ഈ മേൽച്ചുണ്ട് ഇങ്ങനെ വളഞ്ഞിരിക്കും, അത് കൂർത്ത മോനയായിരിക്കും. ഇത് നമുക്ക് സാധാരണ ഞങ്ങൾ ഫാമിൽ ചെയ്യാറുള്ളത് ഈ മേൽച്ചുണ്ട് മാത്രം ചെറുതായിട്ടൊന്ന്, ഇത്രയേ ഉള്ളൂ, മേൽച്ചുണ്ട് മാത്രം ഒന്ന് കരിക്കും എന്ന് പറഞ്ഞാൽ തീർന്നില്ല. ഇത് നമ്മളേന്ന് വീട്ടമ്മമാർ വാങ്ങിക്കൊണ്ട് പോയതിന് ശേഷം ഇത് വളർന്നു വരും. അപ്പോഴവർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നൈൽ കട്ടർ വെച്ചിട്ട് എൻ്റെ മേൽച്ചുണ്ട് മാത്രം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്താൽ മതി. പിന്നെ കൊത്തുന്ന ആ പ്രവണത ഉണ്ടാവില്ല. അല്ല, ഇതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് കോഴികൾക്ക് പിന്നെ അപ്പോൾ അന്നേരം മുതൽ തന്നെ തീറ്റയൊക്കെ വേറെ ഒന്നുമില്ല. ഇവിടെ കാണുന്നത് ഓണക്കാല പച്ചക്കറി കൃഷികളാണ്. 4 ഐറ്റമാണ് ഇവിടെ കാണുന്നത്: വെണ്ട, തക്കാളി, കത്തിരി, പച്ചമുളക്. ഇപ്പോൾ ഇതിന് വളമായിട്ട് ഉപയോഗിക്കുന്നത് ആട്ടിൻ കാഷ്ടം, ചാണകം, കോഴിവളം, ഇതാണ് ഇതിന് ജൈവവളമായിട്ട് ഉപയോഗിക്കുന്നത്. ഇത് 45 ദിവസമായി. 45 ദിവസമായി. ഓ, വിളവെടുക്കാറായി തുടങ്ങി. വിളവെടുത്ത് തുടങ്ങി. ഓണത്തിന് നമുക്ക് വിളവ് ഇതിൽ നിന്ന് തന്നെ കിട്ടും. ഓണക്കാലത്ത് നമുക്ക് വിൽപ്പനയ്ക്ക് ഉണ്ടാവും. ഇപ്പോഴും തന്നെ വിൽപ്പനയ്ക്കുണ്ട്. നമുക്ക് ആവശ്യം കഴിഞ്ഞുള്ളത് വേറെ പുറത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതെല്ലാം കാണുന്നതെല്ലാം ഗ്രാമശ്രീയാണ്. ഒരു ടർക്കിയും 2 പൂവൻ ഒഴിച്ച് ബാക്കിയെല്ലാം ഗ്രാമശ്രീ പിടക്കോഴികളാണ്. നമ്മൾ നേരത്തെ കണ്ടില്ലേ ഗ്രാമശ്രീ കുഞ്ഞുങ്ങൾ, അതിൻ്റെ വലിയ ഉള്ളതാണ്. ഇത് ഏകദേശം ഒരു 6 മാസം മുട്ടയിടാൻ തുടങ്ങിയിട്ട് 6 മാസമായി. 10 കോഴിക്ക് ഒരു ചാവലാണ് വേണ്ടത്. ഇതിവിടെ ഞാൻ ചാവലിന് മുട്ട അടവയ്ക്കാൻ എടുക്കാത്തതുകൊണ്ട് ചാവലിൻ്റെ ആവശ്യമില്ല. പിന്നെ ഇവിടെ നിന്ന ചാവലാണ് ഇവിടെ നിർത്തിക്കുന്നതാണ്. അങ്ങനെ ഇട്ടേക്കുന്നതാണ്. 2 ചാവലുണ്ട്. ചെറുത് അടയിരിക്കുന്നത് അവിടെ ഉണ്ടായിരുന്നു. അത് ഒരുപാട് ദിവസം നാടൻ കോഴികൾ ഇരിക്കില്ല. ഒരു 10-15 ദിവസം എന്നിട്ട് മക്കളായി എണീറ്റ് പോകും. 50 കോഴിക്ക് ഒരു വെള്ളപാത്രം, ഒരു തീറ്റ പാത്രം മതിയാവും. ഒരു വീട്ടമ്മ വാങ്ങിച്ചാൽ അല്ലെങ്കിൽ ഒരു കർഷകൻ വാങ്ങിച്ചാൽ ഈ രീതിയിലാണെങ്കിൽ അവർക്ക് ന്യായമായ രീതിയിലുള്ള മുട്ട കിട്ടും. പട്ടി പിടിച്ചെന്നാ പൂച്ച പിടിച്ചെന്നാ ഒന്നുമില്ല. കീരി ശല്യം, ചിലർ അധികം പേര് പറയും കീരി ശല്യം. ഇതൊരു 100 സ്ക്വയർ ഫീറ്റിൽ കൂടുതൽ ഉണ്ടാവും. മതിയാവും. ഒരു കോഴിക്ക് 2 സ്ക്വയർ ഫീറ്റ് മതിയാവും. അറക്കപ്പൊടി വാരിയിട്ട് അടുത്തിന് പൊടി ഇടണം. വാരിയതാണ്, വളം വാരി മാറ്റി. പിന്നെ അധികം പേര് പറയുന്നത് കോഴി വളർത്താൻ പറ്റൂല, അവിടെ ഒന്നും നടാൻ പറ്റൂല, കോഴിയെല്ലാം കൊത്തി. അപ്പം ഈ രീതിയിലാകുമ്പോൾ ഒന്നും ചെയ്യില്ല. അതെ. ഉണ്ട്. ഒരെണ്ണം 500 രൂപ. മുട്ട നാളെ മുട്ട കിട്ടും 500 രൂപ. അങ്ങനെ വാങ്ങുന്നവരുണ്ട്. ഇതെന്ന് പറയുമ്പോൾ അരയെണ്ണ ഉണ്ട്, ഒരു താറാവും ഉണ്ട്. 4 അരയെണ്ണ, ഒരു താറാവാണ് ഈ കിടക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ആരെങ്കിലും വീട്ടുടമസ്ഥന ആരെങ്കിലും ഈ ഷെഡിനോട്ട് കടന്നു വന്നാൽ ഇത് കിടന്ന് വിളിക്കും. അപ്പോൾ നമുക്ക് തന്നെ വീട്ടുടമസ്ഥനെ മനസ്സിലാക്കാൻ പറ്റും. അതെ. സാധാരണ ഒരു കർഷകനോ ഒരു വീട്ടമ്മയോ കോഴി വളർത്തുകയാണെങ്കിൽ, ഈ മോഡലിൽ വളർത്തുകയാണെങ്കിൽ അവർക്ക് ലാഭം എന്ന് പറയുന്നത് പച്ചക്കറികളെല്ലാം നട്ടാൽ അത് സംരക്ഷിച്ചെടുക്കാൻ പറ്റും. പിന്നെ മറ്റ് കാട്ടുപൂച്ച, പട്ടി, അങ്ങനെയുള്ള മൃഗങ്ങളുടെ ശല്യങ്ങൾ ഒഴിഞ്ഞ് ഇതിൽ നിന്ന് പരിപാലിച്ചെടുക്കാൻ പറ്റും. ഇതുപോലെ ഇത്രയും വലിയ പൈസ ചിലവല്ലെങ്കിൽ ഒരു വെയിറ്റ് ഷെഡ് പോലെ ഇതുപോലെ കോഴികളെ ഇതിനകത്തിട്ട് വളർത്താവുന്ന ഒരു ചെറിയ ഷെഡ് വയ്ക്കുകയാണെങ്കിൽ 100% കോഴികളെ ലാഭകരമായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും. ഇത്രയും കോഴി തന്നെ നമുക്ക് ഇതിൻ്റെ പാതി ചിലവിൽ വളർത്തിയെടുക്കാൻ പറ്റും. തീർച്ചയായിട്ടും പറ്റും. കാണുന്നത് എൻ്റെ കാലിത്തൊഴുത്താണ്. പശു, കാള, ആട് ഇതെല്ലാം ഇതിനകത്ത് വളർത്തുന്നുണ്ട്. പശു വളർത്തലെന്ന് പറയുമ്പോൾ പരമ്പരാഗതമായിട്ട് പശു വളർത്തലാണ്. എൻ്റെ അച്ഛനും അമ്മയൊക്കെ പശു വളർത്തിയിരുന്നു. അത് പിന്നെ അതിൻ്റെ ഒരു ഓർമ്മയെന്ന് പറഞ്ഞാൽ ഞാനും വളർത്തിക്കൊണ്ട് പോകുന്നു. ഇപ്പോൾ വളരെ എണ്ണം കുറച്ച്, മുമ്പ് 8 എണ്ണം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ 2 എണ്ണമാണ് വളർത്തിക്കൊണ്ട് പോകുന്നത്. ഇതൊരു അടുത്ത് ഇനി മേറ്റ് ചെയ്യാറായി. ഈ HF വളർത്തുമ്പോഴത്തേക്ക് HFന് ഒരുപാട് അസുഖങ്ങൾ വരാൻ ചാൻസ് ആണ്. ഹൈബ്രിഡ് എല്ലാം അങ്ങനെ തന്നെ അസുഖം കൂടെ പറവിയാണ്. പക്ഷെ നമ്മൾ ആഹാരമൊക്കെ ലിമിറ്റ് ചെയ്ത് കൊടുക്കണം. അതെ. പാൽ ഉൽപാദനം കൂടുതലായിരിക്കും. പാൽ കൂടുതലായിരിക്കും. അപ്പോൾ അത് കഴിക്കുന്നതനുസരിച്ച് അങ്ങ് കൊടുക്കണമെങ്കിൽ ഒരുപാട് പാല് കിട്ടും. പക്ഷെ വെള്ളം പോലെ ഇരിക്കും. അപ്പോൾ നമ്മൾ ലിമിറ്റ് ചെയ്ത്
കണ്ടന്റ് കുറവാണ്. കണ്ടന്റ് കുറവാണ്, അതാണ് കാര്യം. നെടുമങ്ങാട് അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഒരു പശുക്കളുടെ ഒരു മേള ഉണ്ടായിരുന്നു. അന്നേരം 2 പശുകളുണ്ടായിരുന്ന നല്ല കറവുള്ള 2 പശു ഒന്നിനെ സ്ഥലത്തേക്ക് കൊണ്ടുപോയി. അപ്പോൾ ഒരു പശുവിനെ പാല് കറന്ന് കാല് തൂക്കിയൊക്കെ നോക്കിയതിന് ശേഷം പാലിൻ്റെ അളവ് നോക്കിയിട്ട് അന്ന് ഫസ്റ്റ് പ്രൈസ് 10,000 രൂപ ക്യാഷ് പ്രൈസ് കിട്ടിയത്. അതിന് സർട്ടിഫിക്കറ്റ് എല്ലാം ഉണ്ട്. ഇത് ഗീർ ഇനത്തിൽപ്പെട്ട ഒരു കാളയാണ്. ഇതിന് ഒരു 1.5 വയസ്സാണ് പ്രായമുള്ളത്. ഇത് നല്ല നല്ല ശീലമാണ്, ആരെയും ഒന്നും ഉപദ്രവിക്കുക ഒന്നുമില്ല. ഈ ഗീർ ഇനത്തിൽ വരുമ്പോൾ കൊമ്പ് വരത്തില്ല അല്ലേ? കൊമ്പ് ഉണ്ടാവുമായിരിക്കും. ഇത് കൊമ്പ് ഇനി മുളച്ചൊക്കെ വരേ ഉള്ളൂ. അതുകൊണ്ട് ചെറിയ ഇതായി അതിന് ഒരു ഇഞ്ച് മുളയ്ക്കും കൊമ്പ് മുളച്ച് വലിയ കൊമ്പാണ് ഇതിന് വരുന്നത്. ഇങ്ങനെ നീണ്ടിരിക്കും. അതൊരു 5 വയസ്സൊക്കെ ആകുമ്പോഴേ കൊമ്പ് വെളിയിൽ വലുതായിട്ട് വരുള്ളൂ. തലയൊക്കെ ഇങ്ങനെ ഒഴിച്ചാൽ പോലത്തെ നെറ്റിയൊക്കെ ഇങ്ങനെ ഒരു വിരിഞ്ഞ നെറ്റി, ചെവി നീളമുള്ളത്, പിന്നെ സൽസ്വഭാവമാണ്, വേറെ ശല്യങ്ങളൊന്നുമില്ല, അങ്ങനെ ഉപദ്രവിച്ചാലൊന്നും ചെയ്യില്ല. കൊച്ചു കുട്ടികളെ കൂടെ കയറിയിരിക്കും. വന്ന ഉടനെ പിള്ളേരൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ കയറിയിരിക്കും. 2 ഇത് തീറ്റയും കൊടുത്തിട്ട് കയറി വളർത്തിയായിരുന്നു. ഞാനിവിടെ ചെയ്തിരിക്കുന്നത് ഈ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇതിനെ തട്ടി കടിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ കെട്ടാനുള്ള ഒരു സൗകര്യം നോക്കിയാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. അതിന് കയറിയൊക്കെ നിൽക്കാൻ പറ്റും. ഇതിനെ തറയായിട്ട് നിൽക്കാൻ പാടില്ല, അല്ലെങ്കിൽ അതുകൊണ്ടാണ് ഇങ്ങനെ ഇതിൻ്റെ മണ്ടയിലങ്ങ് നിന്നോളും. യമുനാപ്പാരിയുടെ മുട്ടനാടുണ്ട്. ഇത് യമുനാപ്പാരിയാണ്. അത് സിരോഗീര ക്രോസാണ്. സിരോഗീര കിടക്കുന്ന പെണ്ണാട് സിരോഗീര. പിന്നെ ഇത് യമുനാപ്പാരിയുടെ ക്രോസാണ്. ഇതൊക്കെ ഇത് നാടൻ. ഇപ്പുറത്തേക്കുന്ന യമുനാപ്പാരി ക്രോസ് ആണ്. അതെ അതെ, നാടൻ. പിന്നെ മലബാറി. ഇത് വന്നിട്ട് കനേഡിയൻ. നല്ല ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ. കനേഡിയൻ്റെ തന്നെ വേറെ കുട്ടിയുണ്ട് കനേഡിയൻ്റെ. ഇത് മാറ്റിങ് ചെയ്യാറായതാണ്. കനേഡിയൻ കുട്ടി. ഇത് മാറ്റ് ചെയ്യാറായതാണ്. വളരുന്ന ടൈപ്പല്ല, ചെറിയ ടൈപ്പാണ്. പക്ഷേ ഇത് ഒരു വീട്ടിലൊരു അമ്മ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള വീടുകളിൽ ഒരു കൂട്ടായിട്ട് വീട്ടിൽ അഴിച്ചു വിട്ടിരുന്നാൽ അവിടെ അലഞ്ഞിരിഞ്ഞ് നടന്നോളും. വീട്ടിൽ കൊടുക്കുന്ന ആഹാരവും കഴിച്ച് പെറ്റായിട്ട് വളർത്താൻ പറ്റും. ഇത് ഒരു പ്രസവത്തിൽ എത്ര കുട്ടികൾ വരും? 1, 2. അതെ. ഒന്നുമില്ല. ഇത് കിട്ടുന്ന കരിയിലയും ഇങ്ങോട്ട് കിട്ടുന്ന ഇലയൊക്കെ പറക്കി തിന്നുകൊണ്ട് കിടക്കും. ഏറ്റവും കൂടിയ സൈസ് ഇത്രേ ഉണ്ടാവുള്ളൂ. ഇത് ഒന്നും ആയില്ല. ഒരു 90 കിലോളം ബോഡി വെച്ച് വയ്ക്കും. ഇത് നല്ല ഹൈറ്റും വെയിറ്റ് നീളമൊക്കെ വയ്ക്കുമ്പോൾ നീളമാണ് ഇതിൻ്റെ പ്രത്യേകത. നീളം ഇതുപോലെ കൂരിയല്ല, നീളം. പിന്നെ ഒരു 2 അടിയോടെ 2 അടിയോടെ ഇങ്ങോട്ട് കൂടുമ്പോഴേ പൊക്കം വയ്ക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഇതിപ്പോൾ ഒരു 6 മാസമേ വരുള്ളൂ. ഇടിക്കാനല്ല, മൽപ്പിടുത്തം എന്നുവെച്ചാൽ കാണിച്ചു തരാം. എന്നെ തള്ളിയെടുത്ത് കളയും. അതിനുള്ളതുണ്ട്. ഇത് നമുക്ക് വിൽപ്പനയ്ക്ക് ഉണ്ടാവോ ആടുകൾ? ഞാനിവിടെ വിൽക്കുന്നത് കുട്ടികളൊക്കെ ഉള്ളപ്പോൾ ഇവിടെ കോഴിയൊക്കെ വാങ്ങാൻ വരുന്നവർ കൊടുക്കുന്നതെന്ന് ചോദിക്കും. അപ്പോൾ എനിക്ക് മാർക്കറ്റിങ്ങിന് ഒരു ബുദ്ധിമുട്ടില്ല. ഉള്ള കുട്ടികളൊക്കെ അപ്പോഴേ തൂക്കം അനുസരിച്ചാണ്. 1 കിലോ 500 രൂപ. അങ്ങനെ അല്ല, ഏതായാലും 500 രൂപ കിലോ. ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ഏത് ഇനം ആയാലും 500 രൂപ അങ്ങനെ കൊടുക്കുന്നത്. അതിലിപ്പം ബ്രീഡ് ഇന്ന ബ്രീഡ് ഒന്നുമില്ല, ഇല്ല. എല്ലാം 500 രൂപ. ആൾക്കാർ ഇല്ലാത്ത പാട് എല്ലാം വാങ്ങിച്ചുകൊണ്ട് പോവുകയാണ്. ഇത് ശല്യക്കാരനല്ല, കമ്പനിയാണ്. നമ്മൾ അങ്ങനെ ഗുസ്തി കൂടാൻ വിളിക്കും നമ്മളെ. സമ്മിശ്ര കർഷകൻ എന്ന് പറയുമ്പോൾ പശു, ആട്, കോഴി, ഫലവൃക്ഷം അങ്ങനെയാണ്. അപ്പോൾ ഫലവൃക്ഷത്തിൽ ഒരൈറ്റമാണ് ഈ കാണുന്ന പ്ലാവ്. ഇത് വിയറ്റ്നാം ഇയർലി കുള്ളൻ എന്ന് പറയുന്ന പ്ലാവാണ്. ഒരു 1.5 വർഷം ആയുള്ളൂ വെച്ചിട്ട് ചക്കകൾ കാച്ചി തുടങ്ങിയിട്ടുണ്ട്. ഇത് സീസൺ അല്ലാത്തപ്പോഴും സീസണാണ്. സീസൺ അല്ലാത്തപ്പോഴും കായ്ക്കുന്ന ഒരിനമാണ് ഈ പ്ലാവ്. സീസൺ അല്ല, വളരെ രുചിയും വളരെ ഒരു ഫാമിലിക്ക് ആവശ്യമായ വേണ്ടത്ര വലിപ്പമുള്ളത്, അധികം വലിപ്പം അല്ലാത്തതും ആയ ചക്കയാണ് ഇതിൽ. വർഷം മുഴുവനും. എനിക്ക് പ്ലാവ് അല്ലാതെ ഉള്ള ഫലവൃക്ഷങ്ങളെന്ന് പറയുമ്പോൾ എല്ലാം ഈ കൃഷിഭവൻ വഴി എനിക്ക് കിട്ടിയതാണ്. ഇത് സ്റ്റാർ ഫ്രൂട്ടുണ്ട്, പ്ലാവുണ്ട്, മാവുണ്ട്, നെല്ലി, അതുപോലെ കരിമ്പ്, അതുപോലെ തന്നെ
പുളി, ഗ്രാഫ്റ്റ് പുളിയാണ് കായ്ക്കാൻ തുടങ്ങി. ഗ്രാഫ്റ്റ് പുളി, പിന്നെ റംബൂട്ടാൻ, ആത്തിമരം, അങ്ങനെയുള്ള ഐറ്റങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. 2023 പഞ്ചായത്തിൽ നിന്ന് ധനസഹായം വഴി, കൃഷിഭവൻ വഴി കിട്ടിയ എനിക്ക് ഒരു ആനുകൂല്യത്തിലൊന്നാണിത്. എന്താണെന്ന് വെച്ചാൽ ജൈവവളം സംസ്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംഭരണിയാണിത്. 2 അറയുണ്ട് ഇതിൽ. ഒന്ന് മണ്ണിര കമ്പോസ്റ്റായിട്ട് ഉപയോഗിക്കാനും ഉള്ള ഇതാണിത്. ഇത് വന്നിട്ട് ഞാനിപ്പോൾ ചെയ്യുന്നത് ഒന്ന് ആട്ടിൻ കാഷ്ടം ശേഖരിക്കുന്നുണ്ട്, ചാണകം, കോഴിവളം വേറെ സ്ഥലത്താണ് നമ്മൾ ശേഖരിച്ച് വയ്ക്കുന്നത്, ചാക്കിൽ കെട്ടി വയ്ക്കും. ഇത് മഴക്കാലം ആകുമ്പോഴത്തേക്കും കൃഷി തുടങ്ങുമ്പോൾ ഇത് എല്ലാത്തിൽ നിന്നും ആട്ടിൻ കാഷ്ടവും ചാണകവും കോഴിവളവും കൂടെ സമ്മിശ്രമായിട്ട് മിക്സ് ചെയ്ത് കൃഷിക്ക് ഉപയോഗിക്കും. ഇത് സ്വന്തം ആവശ്യത്തിനല്ലാതെ പുറത്ത് കൊടുക്കാനും ഉണ്ടാവും? ആവശ്യം കഴിഞ്ഞുള്ളത് പുറത്തും കൊടുക്കാറുണ്ട്. അത് ചോദിക്കുന്നത് ആട്ടിൻ കാഷ്ടിന് പ്രത്യേകം ചോദിച്ചാൽ അത് കൊടുക്കും. ചാണകം വേണേൽ അത്, കോഴിവളം വേണമെങ്കിൽ പ്രത്യേകമായിട്ട് കൊടുക്കും. അങ്ങനെ വളമായിട്ട് കൊടുക്കും. ഒരു ചാക്ക് 150 രൂപ ചാണകപ്പൊടിയായിട്ട്. ഇതിൽ നിന്ന് ഉണങ്ങിയാ കൊടുക്കും, അല്ലാതെ വേറെ വെയിലത്തിട്ട് ഉണക്കണേ അല്ല. അതെ ഷെയ്ഡുണ്ടല്ലോ. അപ്പോൾ ഇതിൽ 2 ദിവസം കഴിയുമ്പോൾ മീതെ ഉണങ്ങിയെ മാറ്റും. മറ്റേ പച്ചാണെങ്കിൽ അങ്ങോട്ട് നീക്കിയിട്ടേക്കും. അപ്പോൾ ആട്ടുംകാട്ടാകുമ്പോഴത്തേക്ക് നമുക്ക് എങ്ങനെ കൊടുക്കാൻ പറ്റും? ആട്ടുകാട് ഒരു ചാക്ക് 150 രൂപ. 150 രൂപ. ഒരു ചാക്ക് എന്ന് പറയുമ്പോൾ എത്ര കിലോ ഉണ്ടാവും? 50 കിലോ. 50 കിലോ. കോഴിവളമാണ്. ഇത് മഴയുണ്ടെങ്കിൽ ഷെഡി ഒതുക്കിയിട്ടിരിക്കുകയാണ്. ഇത് ആൾക്കാർ ആവശ്യപ്പെടുന്ന സ്ഥലത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വിളിച്ച് പറയുമ്പോൾ വളം വാരി കൊണ്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കോഴിവളം ഒരു ചാക്ക് വന്നിട്ട് സൈറ്റിൽ കൊടുക്കുമ്പോൾ 100 രൂപ ഒരു ചാക്കിന്. നമുക്ക് വണ്ടിയുണ്ട്, ഡെലിവറി ഉണ്ട്. നമുക്ക് വണ്ടിയുണ്ട്. ആൾ വിളിച്ച് പറഞ്ഞാൽ അവർ വണ്ടിയിൽ നിന്ന് കൊണ്ടുവരണ്ട, അന്വേഷിച്ച് വരണ്ട, വിളിച്ച് പറഞ്ഞാൽ മതി, സൈറ്റിൽ കൊണ്ട് കൊടുക്കും. ഒരു ചാക്ക് വളം 100 രൂപ. എനിക്ക് ഒരു 63 വയസ്സാണ് എൻ്റെ പ്രായം. ഞാൻ പരമ്പരാഗതമായ കൃഷിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ അച്ഛനും അമ്മയൊക്കെ കൃഷിയിൽ കൂടെ കടന്നു വരുന്നവരാണ്. ഞാനൊരു ഗവൺമെൻറ് എംപ്ലോയി ഒന്നും അല്ലായിരുന്നു. ഞാൻ ഈ കൃഷിയിൽ കൂടെ തന്നെയാണ് ഈ കാണുന്ന കാര്യങ്ങളൊക്കെ കാണുന്നത്. പിന്നെ കൃഷിയോട് താല്പര്യം എന്ന് പറയുമ്പോൾ ആദ്യകാലങ്ങളിലൊക്കെ പച്ചക്കറി കൃഷി, വെറ്റിലക്കൊടി കൃഷി ഇതൊക്കെ ആയിരുന്നു. പിന്നെ ഈ കൃഷി നടത്തുന്നതിന് വേണ്ടിയിട്ട് വളം അന്വേഷിച്ച് കിടന്നപ്പോൾ കിട്ടാവുന്നപ്പോഴാണ് പിന്നെ കോഴി വളർത്തൽ തുടങ്ങിയത്. കോഴി വളർത്തലിൽ കൂടെയും പിന്നെ കിട്ടുന്ന തൈകൾ എല്ലാം സ്വരൂപിച്ച് കൊണ്ട് നടുന്നതിനും അങ്ങനെയൊക്കെയുള്ള ഒരു സംരംഭങ്ങളായി. പിന്നെ ഒരു സമ്മിശ്ര കർഷകനായി. അതുപോലെ തന്നെ പഞ്ചായത്തിലും കൃഷിഭവനിലൊക്കെ പല സമ്മാനങ്ങളും ആദരിക്കൽ ചടങ്ങുകളൊക്കെ കേന്ദ്രമന്ത്രി വി മുരളി സാറിൻ്റെ വരെ എനിക്ക് ആദരിക്കൽ ചടങ്ങുകളിൽ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. പിന്നെ പലവിധമായ സമ്മാനങ്ങളും പല ഭാഗങ്ങളിലും പശു വളർത്തി 10,000 വരെ ക്യാഷ് പ്രൈസ് വാങ്ങിച്ചിട്ടുണ്ട് ഞാൻ നെടുമങ്ങാടുന്ന്. ഇങ്ങനെയൊക്കെ പല സമ്മാനങ്ങളും വാങ്ങിയിട്ടുണ്ട്. അതുപോലെ ചെറുപ്പക്കാരും ഇത് കണ്ടിട്ട് ഒരു ആട് വളർത്താനോ ഒരു പശു വളർത്താനോ ഒരു പച്ചക്കറി കൃഷി ചെയ്യാനോ അല്ലെങ്കിൽ ഇതുപോലെ എല്ലാം കുറേശ്ശെ ചെയ്യാനുള്ള സ്ഥലസൗകര്യം ഉള്ളതുപോലെ ചെയ്താൽ നമ്മുടെ നാടും എല്ലാം വളരെ നന്നായി വരും. അതുമാത്രമല്ല, ഒരു കർഷകന് നമ്മൾ സ്വന്തമായിട്ട് നട്ട് ഉൽപ്പാദിപ്പിച്ചാൽ അധികം ജൈവ കീടനാശിനികളൊക്കെ അല്ലാതെ ഈ കീടനാശിനികളൊക്കെ ഉപയോഗിക്കുമ്പോഴും ഫുൾ ഡാം പോലുള്ള നമ്മളെ സർക്കാർ നിർത്തി വെച്ചിരിക്കുന്ന ഫുൾ ഡാനൊക്കെ അന്യ സംസ്ഥാനങ്ങളിൽ ഇത് വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതൊക്കെ ഉപയോഗിക്കുമ്പോൾ ഉള്ള കുഴപ്പമെന്ന് പറയുമ്പോൾ അതിലൊന്ന് ഉപദ്രവിക്കുന്ന പ്രാണികൾ ചാവുന്നതോടൊപ്പം മനുഷ്യൻ മാറ്റി കഴിക്കും, മനുഷ്യനും അസുഖങ്ങൾ പിടിച്ച് പടരും. ഇതാകുമ്പോൾ നമുക്ക് വളരെ നല്ല രീതിയിൽ ആഹാരവും കഴിച്ച് സുഖമായിട്ട് കിടന്ന് ഉറങ്ങാം. എൻ്റെ ജീവിതത്തിൽ 63 വയസ്സിൽ ഇതുവരെ എനിക്ക് ഷുഗറോ BP അങ്ങനെയുള്ള ഒരു കംപ്ലയിൻറ്റ് ഇന്നുവരെ ഇല്ല. കൃഷിയിലോട്ട് പറഞ്ഞു ചെറുപ്പക്കാരെന്നല്ല എല്ലാ പ്രായക്കാരും ചെയ്യാതെ മടിച്ചിരിക്കുന്നവരെല്ലാം ഈ വിത്തുകളെല്ലാം എല്ലാ വളം വയ്ക്കുന്ന കടകളിലും ഈ വിത്തുകളെല്ലാം വാങ്ങാൻ കിട്ടും. ചെറിയ 10 രൂപ മുതലുള്ള പാക്കറ്റ് വാങ്ങാൻ കിട്ടും. ഓരോരുത്തരും ഓരോ ഐറ്റം വാങ്ങി, വള്ളിച്ചെടിയുണ്ട്, കുമ്പളം, അങ്ങനെയൊക്കെ അതൊക്കെ നല്ല മാർക്കറ്റുള്ളതാണ്. കുമ്പളം, അതുപോലുള്ള പടവലം, വെള്ളരി, പാവൽ, ഇങ്ങനെയൊക്കെയുള്ള ഓരോ ഐറ്റം നട്ടുപിടിപ്പിക്കാനും അവരെല്ലാം ശ്രമിക്കണം. അവരെല്ലാം ഈ കൃഷിയിലോട്ട് വന്നാലേ നമ്മളെ ഈ വെറുതെ കാട് കയറി കിടക്കുന്ന സ്ഥലങ്ങളെല്ലാം അത് ചെറുപ്പക്കാർ നിന്നാണെങ്കിൽ ആധുനിക മൺവെട്ടിയൊന്നും വേണ്ട, ആധുനിക രീതിയിലുള്ള മിഷനറി എല്ലാം ഉണ്ട്. ഇതൊക്കെ നമ്മൾ അറിയാനും കേൾക്കാനും പ്രവർത്തിക്കാനും കൃഷിഭവനായിട്ടൊക്കെ ബന്ധപ്പെടുകയാണെങ്കിൽ എല്ലാവർക്കും പുതിയ അറിവുകൾ കിട്ടും. അങ്ങനെ ചെയ്യുന്നത് നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു.